ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ സിലബസ് വൈസ് ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. 10th ലെവലിലും പ്ലസ് ടു ലെവലിലും ഡിഗ്രി ലെവലിലും എഴുതുന്ന ആൾക്കാർക്ക് ഒരുപോലെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുകൾ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വരാൻ പോകുന്ന നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, അതുപോലെ തന്നെ നമ്മുടെ VFA, ബെവ്കോ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS തുടങ്ങിയിട്ടുള്ള പരീക്ഷകൾ കേട്ടോ, എക്സെട്ര കേട്ടോ, അതുപോലുള്ള തുടങ്ങിയിട്ടുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളാണ് കേട്ടോ. നമ്മൾ ആദ്യം SCRT എടുത്തിട്ടുണ്ട്. ഈ നമ്മുടെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള SCRT എടുത്തിട്ടുണ്ട്. SCRTയിലെ പുതിയ ടെക്സ്റ്റിലും പഴയ ടെക്സ്റ്റിലും നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ NCRT. NCRT നമ്മൾ എടുത്തിട്ടുണ്ട്. പ്ലസ് നമ്മുടെ എക്സ്ട്രാ പോയിന്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. പ്ലസ് നമ്മുടെ കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ടോപ്പിക്കും കൂടെ എടുക്കുന്നുണ്ട്. കാരണം അത് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലോട്ട് നമുക്ക് പോയാലോ. ഓക്കെ, ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ അല്ലെ. അതായത് ദേശീയ പ്രസ്ഥാനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഈ എന്താ നമ്മുടെ സമരങ്ങളും സത്യാഗ്രഹങ്ങളും പോലുള്ള അതും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 5ാം ക്ലാസ്സിന്റെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ നമുക്ക് അത് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. മേൽമുണ്ട് സമരം എന്ന് പറഞ്ഞിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താണ്? വസ്ത്രധാരണ അവകാശത്തിന് വേണ്ടിയിട്ട് തെക്കൻ തിരുവിതാംകൂറിലെ വസ്ത്രധാരണ അവകാശത്തിന് വേണ്ടിയിട്ട് തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകള് 19ാം നൂറ്റാണ്ടിന്റെ ആദ്യം മുതൽ നടത്തി വന്ന സമരമാണ് മേൽമുണ്ട് സമരം. 19ാം നൂറ്റാണ്ടിന്റെ ആദ്യം മുതൽ നടത്തി വന്ന സമരമാണ് മേൽമുണ്ട് സമരം. ഓക്കെ, ദീർഘകാലത്തെ സമരത്തിന് ശേഷം ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുവാനുള്ള അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ വിളംബരം പ്രസിദ്ധപ്പെടുത്തി. ഓക്കെ, തിരുവിതാംകൂർ സർക്കാർ വിളംബരം പ്രസിദ്ധപ്പെടുത്തി. എങ്കിലും ജാതി ആചാരത്തിന്റെ പേരിൽ പിന്നീടും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനായിട്ട് പലർക്കും കഴിഞ്ഞിരുന്നില്ല. ഓക്കെ, അപ്പൊ ചെറിയൊരു പാരഗ്രാഫായിട്ട് 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇത് എന്ന് പറയുന്നത് 7th സ്റ്റാൻഡേർഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ. വൈക്കം സത്യാഗ്രഹത്തിന്റെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഓരോന്നും പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവാം. ഇതിലില്ലാത്ത സത്യാഗ്രഹങ്ങൾ നമുക്ക് വേറെ എക്സ്ട്രാ പോയിന്റ്സ് ആയിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ്? വൈക്കം സത്യാഗ്രഹമാണ്. ഓക്കെ, വൈക്കം സത്യാഗ്രഹമാണ്. എന്താണ്? നോട്ട്സ് എഴുതിയെടുത്തിട്ട് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് മാത്രം എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം സാമൂഹിക അസമത്വങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെയും വേദിയായി ദേശീയ പ്രസ്ഥാനം മാറി. ഓക്കെ, വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കുവാനുള്ള അവകാശം ഇല്ലായിരുന്നു അല്ലെ. അതായത് വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് അപ്പുറത്തുകൂടെ പോലും അപ്പൊ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള അവകാശം അന്ന് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ ഈ വഴി എല്ലാ ജാതിക്കാർക്കും തുറന്നു കിട്ടണം. ഈ വഴി എല്ലാ ജാതിക്കാർക്കും തുറന്നു കിട്ടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് 1924 വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. 1924 വൈക്കം സത്യാഗ്രഹം. ഓക്കെ, അപ്പൊ വൈക്കം സത്യാഗ്രഹം നടന്നത് എന്നാണ്? 1924 ഓക്കെ, എന്തായിരുന്നു കാരണം? എല്ലാ ജാതിക്കാർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാനുള്ള അവകാശം നൽകണം. ഓക്കെ, അത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതും അതുപോലെ തന്നെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കുവാനുള്ള അവകാശം അന്നുണ്ടായിരുന്നില്ല. അത് നേടിയെടുക്കാനും വേണ്ടിയിട്ടുള്ളതായിരുന്നു വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സവർണ ജാഥ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ സവർണ ജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. സവർണ ജാഥ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, പൊതു ഇടങ്ങളിൽ അയിത്താചാരണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ശ്രദ്ധേയമായ സമരമായിരുന്നു ഇത്. ഓക്കെ, നമ്മുടെ പൊതു ഇടങ്ങളിൽ അയിത്താചാരണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ശ്രദ്ധേയമായ സമരമായിരുന്നു ഇതെന്ന് പറയുന്നത്. സമരത്തിന് പിന്തുണ നൽകാനായിട്ട് എത്തിയത് ആരാണ്? ഗാന്ധിജിയാണ് കേട്ടോ. ഗാന്ധിജി വൈക്കത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സമരത്തിന് പിന്തുണ നൽകാനായിട്ട് എത്തിയ വ്യക്തി ആരായിരുന്നു? ഗാന്ധിജി ആയിരുന്നു. ഓക്കെ, അപ്പൊ സവർണ ജാഥ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ഇവിടെ എത്തിയ സംഭവം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇൻകംപ്ലീറ്റ് ആണ്. അപ്പൊ ഇത് വേറെ ഒന്നുമില്ല. ഇത് വൈക്കത്ത് എത്തിയ സംഭവം അധ്യാപകർ പറഞ്ഞ് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ അത് എടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതുവരെ നോക്കിയാൽ മതി. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. സവർണ ജാഥ സംഘടിപ്പിക്കുന്നത് മന്നത്ത് പത്മനാഭനാണ്. അതുപോലെ തന്നെ പൊതു ഇടങ്ങളിലെ അയിത്താചാരണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ശ്രദ്ധേയമായ സമരമായിരുന്നു ഇത്. ഓക്കെ, അപ്പോൾ ഈ സമരത്തിന് പിന്തുണ നൽകാനായിട്ട് ഗാന്ധിജി വൈക്കത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇതിലുള്ളത് മാത്രം ഒന്ന് പറഞ്ഞു പോവാം.
അപ്പൊ എന്താണ് സവർണജാഥ? സവർണജാഥ എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ, ആരുടെയാണ്? മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ 1924 എപ്പോഴാണ്? 1924 നവംബർ 1. ഓക്കെ, സവർണജാഥ സംഘടിപ്പിക്കുന്നത് എന്നാണ്? 1924 നവംബർ 1 സവർണരെ പങ്കെടുപ്പിച്ച് വൈക്കം ക്ഷേത്ര നടയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക്. ഓക്കെ, അപ്പൊ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. സവർണജാഥ സംഘടിപ്പിച്ചത് എവിടെ നിന്നും എവിടേക്കാണ്? വൈക്കം ക്ഷേത്ര നടയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക്. വൈക്കം ക്ഷേത്ര നടയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ പുറപ്പെട്ടു. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതി ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്നും അഭ്യർത്ഥിച്ച് അവർ മഹാറാണി സേതുലക്ഷ്മി ബായിക്ക് ഒരു നിവേദനം സമർപ്പിച്ചു. ഓക്കെ, ഇത് നടക്കുന്ന സമയത്ത് ഭരണാധികാരി ആരാണെന്ന് ചിലപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും. ആരാണ്? നമ്മുടെ മഹാറാണി സേതുലക്ഷ്മി ബായി ആണ് കേട്ടോ. മഹാറാണി സേതുലക്ഷ്മി ബായിക്ക് അന്നൊരു നിവേദനം സമർപ്പിക്കുകയുണ്ടായി. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം. 1924 നവംബർ 1 സവർണരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വൈക്കം ക്ഷേത്ര നടയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ പുറപ്പെട്ടു. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതി ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് അവർ മഹാറാണി സേതുലക്ഷ്മി ബായിക്ക് ഒരു നിവേദനം സമർപ്പിച്ചു. ഓക്കെ, അപ്പൊ വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. SCERT പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇതിലില്ലാത്ത കുറച്ച് പോയിന്റ്സ് നമുക്ക് പറഞ്ഞാലോ. അതായത് അയിത്തത്തിനെതിരെ, എന്തിനെതിരെയാണ്? അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. എന്താണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്? അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് ഇവിടെ 1924 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ആരംഭിക്കുന്നതിന്റെ കറക്റ്റ് ഡേറ്റ് എത്രയാണ്? മാർച്ച് 30 എപ്പോഴാണ്? മാർച്ച് 30 കേട്ടോ. 1924 മാർച്ച് 30 ഇത് ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് ഒരു 3-4 വ്യക്തികൾ സത്യാഗ്രഹം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആരൊക്കെയാണ് ഈ മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തികൾ എന്ന് പറയുന്നത്? കുഞ്ഞാപ്പി, എഴുതിയെടുക്കണേ. കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. ഓക്കെ, എന്താണ്? കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. അപ്പൊ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലയ, ഈഴ, നായർ. ഓക്കെ, ആ സമുദായങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകളാണ്. ആരൊക്കെയാണ്? കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. അപ്പൊ പുലയ, ഈഴവ, നായർ ആ സമുദായത്തിൽ പെട്ടിട്ടുള്ള ആളുകളാണ് ഈ 3 വ്യക്തികൾ എന്ന് പറയുന്നത്. ഓക്കെ, വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് പറയപ്പെടുന്നത് 2 പേരെയാണ് കേട്ടോ. ഒന്ന് നമ്മുടെ KP കേശവ മേനോൻ. ആരാണ്? KP കേശവ മേനോൻ. KP കേശവ മേനോനാണ് ആദ്യത്തെ വ്യക്തി എന്ന് പറയപ്പെടുന്നു. KP കേശവ മേനോൻ. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് TK മാധവൻ. ആരാണ്? TK മാധവനാണ് മറ്റുള്ള ഒരു പ്രധാന നേതാവ് എന്ന് പറയുന്നത്. വേറെയും ഇതിന് കുറെ നേതാക്കളുണ്ട്. ബാക്കിയുള്ളവർ ആരൊക്കെയാണ്? കേളപ്പൻ. ആരാണ്? കേളപ്പൻ. CV കുഞ്ഞിരാമൻ. ആരാണ്? CV കുഞ്ഞിരാമൻ. മന്നത്ത് പത്മനാഭൻ. ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള. കുരൂര് നീലകണ്ഠ പിള്ള. ഓക്കെ, കുരൂര് നീലകണ്ഠ പിള്ള, CV കുഞ്ഞിരാമൻ. ഓക്കെ, ഇത്രയും പേരാണ് ഇതിന്റെ മറ്റു നേതാക്കൾ എന്ന് പറയുന്നത്. മെയിൻ നേതാക്കൾ ആരൊക്കെയാണ്? TK മാധവനും KP കേശവമേനോനുമാണ്. ബാക്കിയുള്ള നേതാക്കൾ എന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, കുരൂര് നീലകണ്ഠ പിള്ള, കേളപ്പൻ, CV കുഞ്ഞിരാമൻ എന്നിവരാണ് മറ്റുള്ള നേതാക്കൾ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഗാന്ധിജി അല്ലെ, ഗാന്ധിജി കേരളത്തില് വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം മാത്രമല്ല EV രാമസ്വാമി നായ്ക്കരും എത്തിയിട്ടുണ്ടായിരുന്ന ഒരു നേതാക്കളിൽ ഒരാളാണ്. ഓക്കെ, ഗാന്ധിജി EV രാമസ്വാമി നായ്ക്കരുമാണ് ഇതിൽ പിന്തുണ അർപ്പിച്ചുകൊണ്ട് വന്നിട്ടുള്ള നേതാക്കൾ എന്ന് പറയുന്നത്. അപ്പൊ ഗാന്ധിജി വന്ന വർഷം ഏതാണെന്ന് അറിയോ? ഗാന്ധിജി വന്നത് 1925 എപ്പോഴാണ്? 1925 ഗാന്ധിജി സന്ദർശിക്കുന്നത്. അപ്പൊ അത് ഗാന്ധിജിയുടെ എത്രാമത്തെ സന്ദർശനമാണ്? ഗാന്ധിജിയുടെ 2ാമത്തെ കേരള സന്ദർശനമാണ്. എപ്പോഴാണ്? ഗാന്ധിജിയുടെ 2ാമത്തെ കേരള സന്ദർശനമാണ്. ഓക്കെ, വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചിട്ട് ഗാന്ധിജി 1925 കേരളം സന്ദർശിച്ചു. അത് ഗാന്ധിജിയുടെ 2ാമത്തെ സന്ദർശനമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ 1925 ഗാന്ധിജി നമ്മുടെ കേരളം സന്ദർശിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിന്റെ ഭരണാധികാരി ആരായിരുന്നു? ഞാൻ പറഞ്ഞതുപോലെ തന്നെ മഹാറാണി സേതു ലക്ഷ്മി ബായി ആയിരുന്നു. ആരാണ്? മഹാറാണി സേതു ലക്ഷ്മി ബായി ആയിരുന്നു. അതുപോലെ തന്നെ ഇതിൽ പ്രധാനമായിട്ട് നോക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത്, ഇത് തുടങ്ങുന്ന സമയത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് ശ്രീമൂലം തിരുനാളാണ്. ആരാണ്? ശ്രീമൂലം തിരുനാളാണ് കേട്ടോ. 1924 മാർച്ച് 30 ഇത് ആരംഭിക്കുന്ന സമയത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് ശ്രീമൂലം തിരുനാളാണ്. എന്നാൽ ഇത് അവസാനിക്കുന്ന സമയത്തെ ഭരണാധികാരി ആരാണ്? ഇത് അവസാനിക്കുന്ന സമയത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് സേതു ലക്ഷ്മി ബായി ആണ്. ഓക്കെ, ആരാണ്? സേതു ലക്ഷ്മി ബായി ആണ്.
അപ്പൊ സവർണ ജാഥ നമ്മൾ പറഞ്ഞൂലേ, എവിടെ നിന്നാണ്? വൈക്കം ക്ഷേത്ര നടയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോ EV രാമസ്വാമി നായ്ക്കരെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കേരളം സന്ദർശിച്ചിട്ടുണ്ടായിരുന്ന ഒരു വേറൊരു നേതാവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അദ്ദേഹം എവിടെ നിന്നാണ് ജാഥ നയിച്ചതെന്നറിയോ? അദ്ദേഹം മധുരയിൽ നിന്നും വൈക്കത്തേക്ക്, എവിടെ നിന്നാണ്? മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ സംഘടിപ്പിച്ച നായകനാണ് EV രാമസ്വാമി നായ്ക്കർ എന്ന് പറയുന്ന ആരാണ്? EV രാമസ്വാമി നായ്ക്കർ എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം ആരാണ്? ഇദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് പേരുകളിൽ ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ്? പെരിയോര്. ഓക്കെ, പെരിയോർ എന്നറിയപ്പെടുന്നത് ആരാണ്? EV രാമസ്വാമി നായ്ക്കരാണ്. അതുപോലെ തന്നെ വൈക്കം ഹീറോ. ആരാണ്? വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ്. വൈക്കം വീരർ. ആരാണ്? വൈക്കം വീരർ എന്നും വൈക്കം ഹീറോ എന്നും അതുപോലെ തന്നെ പെരിയോർ എന്നും അറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കരാണ്. അപ്പൊ ഈ വൈക്കത്ത് ഇദ്ദേഹത്തിന്റെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. EV രാമസ്വാമി നായ്ക്കരുടെ ഒരു പ്രതിമ വൈക്കത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിന് ഈ ഒരു സത്യാഗ്രഹത്തിന് നമ്മുടെ സൗജന്യമായിട്ടുള്ള ഭക്ഷണശാലകൾ, എന്താണ്? സൗജന്യമായിട്ട് ഭക്ഷണശാലകൾ തുറന്ന് സഹായം നൽകിയിട്ടുള്ള വ്യക്തികളാണ് അകാലികൾ എന്ന് പറയുന്നത്. ആരാണ്? അകാലികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് അനുഭവം പ്രകടിപ്പിച്ചിട്ട് പഞ്ചാബിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്ന അകാലികളുടെ നേതാവ് ഉണ്ടായിരുന്നു ഒരാൾ. ആരാണ് ഈ അകാലികളുടെ നേതാവ് എന്ന് പറയുന്നത്? ലാല ലാൽ സിംഗ്. ആരാണ്? ലാല ലാൽ സിംഗ് ആണ് ഈ അകാലികളുടെ നേതാവ് എന്ന് പറയുന്നത്. ഇവര് പഞ്ചാബിൽ നിന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഈ സവർണ ജാഥയെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. സവർണ ജാഥയെ കുറിച്ച് എന്താണ് പറഞ്ഞത്? നമ്മള് വൈക്കം ക്ഷേത്ര നടയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ഓക്കെ, മന്നത്ത് പത്മനാഭൻ ഇതുപോലൊരു ജാഥ സംഘടിപ്പിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? അത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ്. ആരുടെയാണ്? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സംഭവം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇത് സംഘടിപ്പിച്ചത് എപ്പോഴാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. 1924 നവംബർ 1 നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത് തിരുവനന്തപുരത്ത് എത്തിയത് എപ്പോഴാണ്? നവംബർ 12 എപ്പോഴാണ്? നവംബർ 12 ഇവര് തിരുവനന്തപുരത്ത് എത്തുന്നത്. ഓക്കെ, അപ്പൊ നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആരാണ്? നാഗർകോവിലിൽ നിന്നും നയിച്ചത് ME നായിഡു ആണ്. ആരാണ്? ME നായിഡു കേട്ടോ. ME നായിഡു ആണ്. വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനാണ്. മധുരയിൽ നിന്നും വൈക്കത്തേക്ക് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. ഓക്കെ, അപ്പോ വൈക്കം സവർണ ജാഥയെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഈ സമയത്ത് ഓക്കെ, അപ്പൊ നമ്മൾ ഭരണാധികാരി സേതുലക്ഷ്മി ബായി ആണെന്ന് പറഞ്ഞു ആ സമയത്ത്. പക്ഷെ ഈ സമയത്ത് തിരുവിതാംകൂറിന്റെ ദിവാൻ ആരായിരുന്നു? തിരുവിതാംകൂറിന്റെ ദിവാൻ എന്ന് പറയുന്നത് T രാഘവയ്യാണ്. ആരാണ്? T രാഘവയ്യ. T രാഘവയ്യാണ് ആ സമയത്ത് തിരുവിതാംകൂറിന്റെ ദിവാൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ സത്യാഗ്രഹത്തിന്റെ കാലയളവ് എന്ന് പറയുന്നത് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എത്രയാണ്? 603 ദിവസം. ഓക്കെ, വൈക്കം സത്യാഗ്രഹം നിന്നിട്ടുണ്ടായിരുന്നത് എത്ര ദിവസമായിരുന്നു? 603 ദിവസമായിരുന്നു വൈക്കം സത്യാഗ്രഹം നിന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ 1924 ഓക്കെ ഇത് ആരംഭിച്ചു എന്ന് പറഞ്ഞു. അപ്പോ നമ്മുടെ ഇത്രയൊക്കെ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും അവിടെ നടക്കുന്ന സമയത്ത് 1925 എപ്പോഴാണ്? തൊട്ടടുത്ത വർഷം തന്നെ കേട്ടോ. തൊട്ടടുത്ത വർഷം തന്നെ നവംബർ 23 എപ്പോഴാണ്? നവംബർ 23 നമ്മുടെ വൈക്കം ക്ഷേത്രത്തിന്റെ ഉണ്ടല്ലോ കിഴക്കേ നട ഒഴികെ, എവിടെയാണ്? കിഴക്കേ നട ഒഴികെയുള്ള ബാക്കിയുള്ളതെല്ലാം തന്നെ ജാതിഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കാനായിട്ട് ഉത്തരവിറങ്ങാണ് ചെയ്തത്. എപ്പോഴാണ്? 1925 നവംബർ 23. ഓക്കെ, 1925 നവംബർ 23 ആ സമയത്ത് ഈ കിഴക്കേ നട ഒഴികെ ബാക്കി എല്ലാം തന്നെ തുറന്നു കൊടുക്കാനായിട്ട് ഉത്തരവിറങ്ങി. ഓക്കെ, പക്ഷേ ഈ തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുത്തത് എന്നാണ്? തുറന്നു കൊടുത്തതെന്ന് പറയുന്നത് 1928. 1928 എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുത്തത്. എപ്പോഴാണ്? 1928 എല്ലാവർക്കുമായിട്ട് തുറന്ന് കൊടുത്തത്. അപ്പൊ ഇതിൽ കുറച്ച് ഹിന്ദുക്കൾ ഇതിനു വേണ്ടിയിട്ട് അഹിന്ദുക്കൾ ഇതിനു വേണ്ടിയിട്ട് സത്യാഗ്രഹം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. അവരാരൊക്കെയാണ്? നമ്മുടെ ജോർജ് ജോസഫ്, അതുപോലെ തന്നെ അബ്ദുൾ റഹ്മാൻ. ജോർജ് ജോസഫ്, അബ്ദുൾ റഹ്മാൻ, അതുപോലെ തന്നെ PM സെബാസ്റ്റ്യൻ. ആരാണ്? PM സെബാസ്റ്റ്യൻ എന്നിവരാണ് ഇതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ടായിരുന്ന അഹിന്ദുക്കൾ എന്ന് പറയപ്പെടുന്ന വ്യക്തികൾ. ഓക്കെ, അപ്പൊ ഐക്യത്തിനെതിരായിട്ട് TK മാധവൻ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു കോൺഗ്രസ് സമ്മേളനം ഉണ്ടായിരുന്നല്ലോ. ഇമ്പോർട്ടന്റ് ആണല്ലോ. ഏതാണ് അത്? കാക്കിനാട സമ്മേളനമാണ്. എവിടെയാണ്? കാക്കിനാട സമ്മേളനം 1923 കേട്ടോ. ഐക്യത്തിനെതിരായിട്ട്, എന്തിനെതിരായിട്ടാണ്? ഐക്യത്തിനെതിരായിട്ട് TK മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1923 കാക്കിനാട സമ്മേളനം എന്ന് പറയപ്പെടുന്നത്. ഓക്കെ,
അപ്പൊ എഴുതിയെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വൈക്കം സത്യാഗ്രഹത്തിനെ കുറിച്ച് പറയാനായിട്ട് ഉള്ളത്. എന്താണ് വൈക്കം സത്യാഗ്രഹത്തിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹമാണ്. എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഓക്കെ, ഗാന്ധിയൻ ആശയമായ സമൂഹ പുനർനിർമ്മാണവും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു. സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം, ആരാധനാ സ്വാതന്ത്ര്യം നേടിയെടുക്കൽ, എന്താണ്? അയിത്തോച്ചാടനം, ആരാധനാ സ്വാതന്ത്ര്യം നേടിയെടുക്കൽ എന്നിവ കൂടി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മാറി. ഓക്കെ, കേരളത്തില് 1931 എപ്പോഴാണ്? 1931 നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം അത്തരം കർമ്മ പരിപാടികളിൽ ഒന്നായിരുന്നു. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് എന്നാണ്? 1931 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. ഓക്കെ, ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായിട്ട് തുറന്നു കൊടുക്കണമെന്ന ഗാന്ധിജിയുടെ അഭ്യർത്ഥന ക്ഷേത്രം ട്രസ്റ്റി ആയിരുന്ന സാമൂതിരി നിരസിച്ചു. ഓക്കെ, അപ്പൊ അതിനെതിരായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം തുടങ്ങി. ആരാണ് നിരാഹാര സത്യാഗ്രഹം തുടങ്ങിയ വ്യക്തി? അത് കേളപ്പനാണ്. ഓക്കെ, പി കൃഷ്ണപിള്ള, AKG, ആരൊക്കെയാണ്? AK ഗോപാലൻ എന്നിവരും ഇതിന് നേതൃത്വം നൽകി. ഗാന്ധിജിയുടെ പിന്തുണയോട് കൂടി ആരംഭിച്ച സത്യാഗ്രഹം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കാനായിട്ട് കാരണമായി. ഓക്കെ, അപ്പൊ ഇതില് ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം തുടങ്ങിയത് ആരാണ്? അത് കേളപ്പനാണ്. തുടങ്ങി പി കൃഷ്ണപിള്ളയും AKGയും ഇതിന് നേതൃത്വം നൽകി. ഓക്കെ, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സാമൂഹിക മാറ്റത്തിനായിട്ടുള്ള സമരങ്ങൾക്ക് പ്രചോദനമേകി. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായിട്ട് തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾ ആരാണ്? ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഗുരുവായൂർ സത്യാഗ്രഹം ആദ്യം പറയാം, എന്നിട്ട് ചാന്നാറിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം. ഓക്കെ, അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങുന്നത് എന്നാണ്? തുടങ്ങുന്നത് 1931 എന്നാണ്. 1931 കേട്ടോ. 1931 നവംബർ 1 ഇപ്പോഴാണ് 1931 കേട്ടോ. 1931 നവംബർ 1 എപ്പോഴാണ്? നവംബർ 1 നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ എന്തായിരുന്നു? നമ്മുടെ ക്ഷേത്ര പ്രവേശനത്തിനും അതുപോലെ തന്നെ അയിത്തത്തിനെതിരായിട്ട് നടന്നിട്ടുള്ള ഒരു സത്യാഗ്രഹമാണ് നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് AKG ആണ് കേട്ടോ. നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ ഇതിലെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് AKG ആണ്. AKG അഥവാ AK ഗോപാലനാണ് ഇതിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള നേതൃത്വം എന്ന് പറയുന്നത് ആരാണ്? അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കേളപ്പനാണ്. ഓക്കെ, നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ മെയിൻ നേതൃത്വം എന്ന് പറയുന്നത് കേളപ്പനാണ്. വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് AK ഗോപാലനാണ്. അപ്പൊ ഇതിൽ പറയുന്നുണ്ട് കേളപ്പൻ സത്യാഗ്രഹം ആരംഭിച്ചു എന്നുള്ളത് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ കേളപ്പൻ സത്യാഗ്രഹം ആരംഭിക്കുന്നത് എന്നാണ്? അദ്ദേഹം ആരംഭിക്കുന്നത് 1932 എപ്പോഴാണ്? 1932 സെപ്റ്റംബർ 21 എപ്പോഴാണ്? സെപ്റ്റംബർ 21 കേട്ടോ. 1932 സെപ്റ്റംബർ 21 കേളപ്പൻ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നിട്ട് ഗാന്ധിജി ഇടപെട്ടിട്ട് ഗാന്ധിജി ഇടപെട്ടിട്ട് സത്യാഗ്രഹം പിൻവലിക്കുന്നത് എന്നാണ്? സത്യാഗ്രഹം പിൻവലിക്കുന്നത് ഒക്ടോബർ 2 എന്നാണ്. ഒക്ടോബർ 2 ഗാന്ധിജി ഇടപെട്ടിട്ട് സത്യാഗ്രഹം പിൻവലിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത എന്താണ്? അടുത്തെന്ന് പറയുന്നത് ഇതിൽ ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ഗുരുവായൂരില് ക്ഷേത്രമണി അടിച്ച ആദ്യത്തെ അബ്രാഹ്മണൻ ആരാണ്? ക്ഷേത്രമണി അടിച്ചിട്ടുള്ള ആദ്യത്തെ അബ്രാഹ്മണൻ എന്ന് പറയുന്നത് നമ്മുടെ പി കൃഷ്ണപിള്ളയാണ്. ആരാണ്? പി കൃഷ്ണപിള്ളയാണ്. അപ്പൊ ഇതിന്റെ മെയിൻ നേതാവ് എന്ന് പറയുന്നത് കേളപ്പനാണെന്ന് പറഞ്ഞു. വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് AKG ആണെന്ന് പറഞ്ഞു. അപ്പോ ക്ഷേത്രം പണിയടിച്ചിട്ടുള്ള ആദ്യത്തെ അബ്രാഹ്മണൻ എന്ന് പറയുന്നത് പി കൃഷ്ണപിള്ളയാണ്. ആരാണ്? പി കൃഷ്ണപിള്ളയാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് നേതൃത്വം നൽകിയിട്ടുള്ള ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ആരാണ് അത്? KPCC ആണ് കേട്ടോ. KPCC ആണ് നമ്മുടെ ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് KPCC ആയിരുന്നു. ഓക്കെ, ഈ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഓക്കെ, ഇതിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് AKG ആണ്. മെയിൻ നേതാവ് എന്ന് പറയുന്നത് കേളപ്പനാണ്. അപ്പൊ ഇതിനൊരു പ്രസിഡന്റ് വേണമല്ലോ. ഇതിനെ മുൻനിർത്തിയിട്ട് ഈ ഒരു പ്രക്ഷോഭം നയിക്കാനായിട്ട് ഒരു പ്രസിഡന്റ്
ആവശ്യമുണ്ടല്ലോ. ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ. ഓക്കെ, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭനാണ്. അപ്പൊ ഇതിന്റെ സെക്രട്ടറി ആരാണ്? സെക്രട്ടറി എന്ന് പറയുന്നത് കെ കേളപ്പനാണ്. ആരാണ് സെക്രട്ടറി എന്ന് പറയുന്നത്? കെ കേളപ്പനാണ്. ഇതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ, അപ്പൊ നിരാഹാരം അദ്ദേഹം സെപ്റ്റംബർ 21 ആരംഭിച്ചു. ഒക്ടോബർ 2 ഗാന്ധിജിയുടെ നിർദ്ദേശത്തെ തുടർന്ന് അദ്ദേഹം ഇത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാനായിട്ട് കാരണമായിട്ടുണ്ടായിരുന്ന KPCCയുടെ സമ്മേളനം നടന്ന സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്? അത് വടകരയാണ് കേട്ടോ. KPCCയുടെ സമ്മേളനം നടന്ന സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്? വടകരയാണ്. അപ്പൊ ഈ ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ഗുരുവായൂർ ഉണ്ടായിരുന്ന താലൂക്ക് ഏതാണ്? ഈ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ഗുരുവായൂർ നിലനിന്നിരുന്ന താലൂക്ക് എന്ന് പറയുന്നത് പൊന്നാനി താലൂക്കാണ്. എവിടെയാണ്? പൊന്നാനി താലൂക്കിലാണ് ഗുരുവായൂർ നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ കുറിച്ച് പറയാനായിട്ടുള്ളത് കേട്ടോ. ഗുരുവായൂർ സത്യാഗ്രഹത്തെ കുറിച്ച് പറയാനായിട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ എഴുതിയെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അടുത്ത നമുക്ക് നോക്കിയാലോ. അടുത്ത എന്താണ്? നമ്മുടെ ദൈവദശകവും ആത്മോപദേശ ശതകത്തിനെയും കുറിച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതില് രചിച്ച പ്രാർത്ഥനാഗീതമായ ദൈവദശകത്തിൽ നിന്നുള്ള വരികളാണ്. അതുപോലെ തന്നെ ആത്മോപദേശ ശതകത്തിൽ നിന്നുമുള്ളതാണ്. അപ്പൊ ഈ രണ്ടും രചിച്ചത് ആരാണെന്നുള്ളത് ഒരു ചോദ്യം എപ്പോഴും വരാറുണ്ട്. ആരാണ്? നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ്. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നേതാക്കൾ, അന്നത്തെ പ്രധാന നേതാക്കളുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് SCERT-ൽ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നോക്കിയാലോ. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സാമൂഹിക മാറ്റത്തിനായിട്ടുള്ള സമരങ്ങൾക്ക് പ്രചോദനമേകി. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായിട്ട് തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾ, ആരാണ്? തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾ പോരാട്ടം നടത്തി. ഇതിനെ തുടർന്ന് 1859 എപ്പോഴാണ്? 1859 ജാക്കറ്റ് മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് അനുവദിക്കാനായിട്ട് ഉത്രം തിരുനാൾ മഹാരാജാവ് നിർബന്ധിതനായി. ഓക്കെ, അപ്പൊ ചാന്നാർ ലഹള നടക്കുന്നത് 1859 ഇത് സ്ത്രീകൾക്ക്, ആർക്കാണ്? താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകൾക്ക് ജാക്കറ്റ് മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശമായിട്ടാണ് പറയപ്പെടുന്നത്. ഓക്കെ, അവസാനം ഇതിനെ സപ്പോർട്ട് ഇത് എല്ലാം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയത് ആരാണ്? അന്നത്തെ മഹാരാജാവായിരുന്ന ഉത്രം തിരുനാൾ മഹാരാജാവാണ്. ഓക്കെ, ഉത്രം തിരുനാൾ മഹാരാജാവാണ് ഇതിന് നിർബന്ധിതനായത്. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ. ചാന്നാർ ലഹളയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാം ചാന്നാർ ലഹള, ഓക്കെ, എന്നാണ് ഒന്നാം ചാന്നാർ ലഹള നടക്കുന്നത്? 1822 കേട്ടോ. 1822 ഒന്നാം ചാന്നാർ ലഹള നടക്കുന്നത്. ഓക്കെ, അപ്പൊ മാറുമറയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ട് തിരുവിതാംകൂറിൽ നടന്നിട്ടുണ്ടായിരുന്ന പ്രക്ഷോഭമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ മേൽമുണ്ട് കലാപത്തിന്റെ മറ്റൊരു പേരാണ് കേട്ടോ. മേൽമുണ്ട് കലാപത്തിന്റെ മറ്റൊരു പേരാണ് ചാന്നാർ ലഹള എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ഇതിന് വേറൊരു പേരെന്തായിരുന്നു? മേൽമുണ്ട് സമരം, അതുപോലെ തന്നെ മാറുമറയ്ക്കൽ സമരം. എന്താണ്? മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം എന്നീ പേരുകളിലും ഇത് അറിയപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും അതായത് മേൽവസ്ത്രം ധരിക്കാനായിട്ട് അനുവാദം നൽകിയ ദിവസമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 1850. ഡേറ്റ് എന്താണ്? ജൂലൈ 26. ജൂലൈ 26 എല്ലാ സ്ത്രീകൾക്കും മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം ആരാണ് നൽകിയത്? ഉത്രം തിരുനാൾ മഹാരാജാവ്. എന്താണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അദ്ദേഹമാണ് ആ ഒരു അവകാശം അവർക്ക് നൽകുന്നത്. ഓക്കെ, അപ്പൊ അന്നത്തെ മദ്രാസിന്റെ ഗവർണറിലോടായിരുന്ന ഹാരിസ് കേട്ടോ, അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ഈ ഉത്തരവ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആത്മീയ നേതാവായിരുന്നു നമ്മുടെ ശ്രീനാരായണ ഗുരു എന്ന്, ശ്രീനാരായണ ഗുരു അല്ല, വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ, അപ്പൊ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന നേതാവായിരുന്നു വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത്രയേ ഉള്ളൂ ചാന്നാർ ലഹളയെ കുറിച്ച്. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്തെന്ന് പറയുന്നത് 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠ സാമൂഹിക രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചു. അപ്പൊ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ്? 1888 കേട്ടോ. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ ശിവപ്രതിഷ്ഠ നടത്തുന്നത്. ക്ഷേത്രകർമ്മവും പൂജകളും ചെയ്യാനുള്ള അവകാശം അവർണ സമുദായത്തിൽപ്പെട്ടവർക്ക് കൂടി നേടിയെടുക്കാൻ ഇതിലൂടെ കഴിഞ്ഞു. ഓക്കെ, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് അരുവിപ്പുറത്തെ ക്ഷേത്രത്തിന് മുന്നിൽ ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തി. ഇതൊന്ന് നോക്കി വെക്കുക കേട്ടോ. ചിലപ്പോൾ ഈ ഒരു കോഴ്സ് തന്നിട്ട് ഇത് എവിടെയാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഓക്കെ, എന്ന് അരുവിപ്പുറത്ത് ക്ഷേത്രത്തിന് മുന്നിൽ ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തി. ഓക്കെ, ക്ഷേത്രത്തിനും വിജ്ഞാനത്തിന്
പ്രാധാന്യം നൽകുന്ന ഗുരുക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വിദ്യാലയങ്ങളും വായനാശാലകളും സ്ഥാപിച്ചു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടന കൊണ്ട് ശക്തരാകാനും അദ്ദേഹം ഉദ്ബോധിച്ചു. എന്താണ്? വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. ആരുടെ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. ഓക്കെ. അതുപോലെ തന്നെ വാദിക്കാനും ജയിക്കാനുമല്ല. എന്താണ്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ്. വാദിക്കാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്തു. ഇതെവിടെയാണ് പറഞ്ഞത്? ആലുവയിലാണ് ഇത് പറഞ്ഞത്. ഓക്കെ. ഉദാത്തമായ മനുഷ്യ സ്നേഹത്തിലും സർവമത സാഹോദര്യത്തിലും അധിഷ്ഠിതമായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളും പ്രവർത്തനങ്ങളും. ഓക്കെ. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. എന്താണ്? വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് അല്ലെ? 1924 നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ, വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ടി കെ മാധവൻ, നമ്മൾ അപ്പോഴേ പറഞ്ഞതല്ലേ, എന്താണ്? ടി കെ മാധവനാണ് പ്രധാന നേതാവ് എന്ന് പറയുന്നത്. ഇതിനോട് അനുഭാവം പ്രകടിപ്പിച്ച മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചു. എന്താണ്? സവർണ ജാഥ സംഘടിപ്പിച്ചു. ഈ സമരങ്ങളെ തുടർന്നാണ് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാൻ അവർണ ജാതിക്കാർക്ക് അനുവാദം ലഭിച്ചത്. ഓക്കെ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേളപ്പന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം 1931 നടന്നു. കെ ഗോപാലനായിരുന്നു സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, അദ്ദേഹമായിരുന്നു ഇതിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ഈ സത്യാഗ്രഹത്തില് പി കൃഷ്ണപിള്ളയ്ക്ക് ക്രൂരമായ മർദ്ദനമാണ് ഏറ്റത്. ഈ ജനകീയ സമരങ്ങളുടെ എല്ലാം ഫലമായി 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. ഓക്കെ. തുടർന്ന് മധുരാശി ക്ഷേത്രപ്രവേശന വിളംബര പ്രകാരം മലബാറിലും കൊച്ചി രാജാവിന്റെ വിളംബര പ്രകാരം കൊച്ചിയിലും എല്ലാ വിഭാഗക്കാർക്കും ആരാധനാ സ്വാതന്ത്ര്യം ലഭിച്ചു. ഓക്കെ. ആരാധനാ സ്വാതന്ത്ര്യം ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് താഴ്ന്ന് നോക്കാം കേട്ടോ. ഓക്കെ. ഞാനത് കുറച്ച് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ഏതാണെന്നുള്ളത് നോക്കിയാലോ. അടുത്തെന്ന് പറയുന്നത് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ. ഭരണപരമായി ഏകീകരിക്കപ്പെടാതിരുന്നതിനാൽ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന് ഒരു ഏകീകൃത രൂപം കൈവന്നിരുന്നില്ല. മലബാറില് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയപ്പോൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും പ്രസിഡന്റുമാരിലൂടെ പരോക്ഷമായാണ് ഭരണം നടത്തിയിരുന്നത്. അതിനാൽ മലബാറിലെ പോലെ രാഷ്ട്രീയ സമരങ്ങൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും ശക്തമായിരുന്നില്ല. ഓക്കെ. അടുത്തത് മലബാറിനെ കുറിച്ച് നോക്കാം. ഒന്നാം ലോക യുദ്ധ കാലഘട്ടത്തിലാണ് മലബാർ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമായത്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം ഇമ്പോർട്ടന്റ് ആണ്. മലബാർ ജില്ലാ കോൺഗ്രസ് എന്താണ്? മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 ആനി ബസന്റിന്റെ അധ്യക്ഷതയിൽ പാലക്കാട് വെച്ച് നടന്നു. എവിടെയാണ്? ഒന്നാമത്തെ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടക്കുന്ന വർഷം 1916. അതിന്റെ അധ്യക്ഷ എന്ന് പറയുന്നത് ആനി ബസന്റ് ആണ്. എവിടെ വെച്ചാണ് നടന്നത്? പാലക്കാട് വെച്ചാണ് നടന്നത്. കെ പി കേശവ മേനോൻ, കെ പി രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, കെ മാധവൻ നായർ, ഇ മൊയ്തു മൗലവി, എം പി നാരായണ മേനോൻ എന്നിവരായിരുന്നു ഇക്കാലത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയത്. ഓക്കെ. അപ്പൊ മലബാറിൽ നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്ന വ്യക്തികൾ ആരൊക്കെയായിരുന്നു? കെ പി കേശവ മേനോൻ, കെ പി രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, കെ മാധവൻ നായർ, ഇ മൊയ്തു മൗലവി, എം പി നാരായണ മേനോൻ എന്നിവർ. ഓക്കെ. ഇവരായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. 1920 മഞ്ചേരിയിൽ നടന്ന അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിന്റെ ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. ഓക്കെ. അപ്പൊ അവസാനമായിട്ട് നടന്നത് എവിടെയാണ്? 1920 മഞ്ചേരിയിലാണ് അവസാനമായിട്ട് നടന്നത്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് എന്തൊക്കെയാണ്? ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. 1920 ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഗാന്ധിജി എത്തുന്നത് എന്നാണ്? 1920 ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കൂടെ കോഴിക്കോട് എത്തുന്നത്. ഓക്കെ. എന്തിനാണ്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി പ്രസിഡന്റായും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സെക്രട്ടറിയായും ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ ശക്തിപ്പെട്ടു. അതേ തുടർന്ന് മലബാറിലെ പലയിടത്തും ബ്രിട്ടീഷുകാരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. ഓക്കെ. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായിട്ട് മലബാറിലെ കർഷകരായ മാപ്പിളമാര് ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ സമരങ്ങളെ പൊതുവെ മലബാർ കലാപം എന്താണ്? മലബാർ കലാപം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ. മലബാർ കലാപം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് മലബാർ കലാപം എന്നുള്ളതൊന്ന് നോക്കിയാലോ.
മലബാർ കലാപം എന്ന് പറയുന്നത് 1921 ഇത് നടക്കുന്നത് അല്ലെ. 1921 നടക്കുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ഖിലാഫത്ത് സമരവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന കേരളത്തിൽ നടന്ന കലാപമാണ് ഇതെന്ന് പറയുന്നത്. മലബാർ കലാപം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? മാപ്പിള ലഹള. എന്താണ് മാപ്പിള ലഹള എന്ന് പറയുന്നത്? അപ്പൊ ഇതിന്റെ പെട്ടെന്നുണ്ടായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പൂക്കോട്ടൂർ കലാപമാണ് കേട്ടോ. ഇതിന്റെ പെട്ടെന്നുണ്ടായ കാരണം എന്താണ്? പൂക്കോട്ടൂർ കലാപമാണ്. നമ്മുടെ പൂക്കോട്ടൂരിലുള്ള നമ്മുടെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദ്, ആരാണ്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്നിട്ട് പൂക്കോട്ടൂർ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് 1921 ഓഗസ്റ്റിലാണ് കേട്ടോ. 1921 ഓഗസ്റ്റിനാണ് ഇത് പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് എവിടെയായിരുന്നു? തിരൂരങ്ങാടിയായിരുന്നു. പൂക്കോട്ടൂർ യുദ്ധത്തിന്റെ പ്രധാന ഇതെന്ന് പറയുന്നത് തിരൂരങ്ങാടിയായിരുന്നു. അപ്പൊ ഇതിന്റെ മലബാർ കലാപത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള നേതാക്കൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? അലി മുസ്ലിയാർ. ആരാണ്? എഴുതിയെടുക്കണേ. അലി മുസ്ലിയാർ. സീതി കോയ തങ്ങൾ. ആരാണ്? സീതി കോയ തങ്ങൾ. അതുപോലെ തന്നെ വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയ തങ്ങൾ, അലി മുസ്ലിയാർ. ഇവരായിരുന്നു ഇതിന്റെ പ്രധാന നേതാക്കൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതിന്റെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ താനൂർ കടപ്പുറത്ത് നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തിട്ട് പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ. ആരാണ്? വക്കം അബ്ദുൽ ഖാദർ ആണ് മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറം. എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്ത് നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടനാണ് വക്കം അബ്ദുൽ ഖാദർ എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പൊ 1921 മലബാർ കലാപത്തിൽ ഹിന്ദുക്കളുടെ രാജാവ്, മുസ്ലിങ്ങളുടെ അമീർ, ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ആരാണ്? വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് മലബാർ കലാപത്തെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പൊ ഈ മലബാർ കലാപത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയി നോക്കിയിരിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മുടെ വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. എന്താണ് വാഗൺ ട്രാജഡി? വാഗൺ ട്രാജഡി നടക്കുന്നത് എന്താണ്? 1921 1921 വാഗൺ ട്രാജഡി നടക്കുന്നത്. ഓക്കെ. നവംബർ 10 എപ്പോഴാണ്? നവംബർ 10 വാഗൺ ട്രാജഡി നടക്കുന്നത്. എന്താണ്? നമ്മുടെ ഈ മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കലാപകാരികളെ, ആരെയാണ്? കലാപകാരികളെ ഒരു ഗുഡ്സ് വാഗൺ, അതായത് ഒരു ഗുഡ്സ് വാഗണിൽ നിറച്ചിട്ട് തിരൂരിൽ നിന്നും കോയമ്പത്തൂർ കേട്ടോ. എവിടെയാണ്? തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലുള്ള ബെല്ലാരി ജയിൽ എന്ന് പറയുന്നുണ്ട്. എവിടെയാണ്? ബെല്ലാരി ജയിൽ. ഓക്കെ. അവിടേക്ക് പോകുന്ന വഴി, അപ്പൊ 90 ആളുകളെ കയറ്റിയിട്ടാണ് ഇവർ പോകുന്നത്. അപ്പൊ പക്ഷെ അതിൽ ഈ ഗുഡ്സ് വണ്ടി ആയതുകൊണ്ട് തന്നെ അതിൽ ശ്വാസം കിട്ടാതെ 67 പേര്, അതായത് ബുക്കുകളിലെ കണക്ക് പ്രകാരം 67, SCRT പ്രകാരം 72 പേരും. എത്ര പേരാണ്? 72 പേരും. അപ്പോൾ ഓപ്ഷൻ നോക്കിയിട്ട് എഴുതിയാൽ മതി കേട്ടോ. 72 പേരും ആണ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആരാണ്? എത്ര പേരാണ്? 72 പേരാണ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എത്ര പേരാണ്? 72 പേരാണ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ ഇതില് ഈ കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ട് അന്ന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരനായിരുന്നു TS ഹിച്ച്കോക്ക് എന്ന് പറയുന്നത്. ഓക്കെ. ഇവരെ കൊണ്ടുപോകുന്നതിനായിട്ട് നേതൃത്വം നൽകിയ നമ്മുടെ ബ്രിട്ടീഷുകാരനായിരുന്നു ഹിച്ച്കോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ വാഗൺ ട്രാജഡി എന്ന് പറയുന്നത് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? പോത്തന്നൂർ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ചിട്ടാണ് പോത്തന്നൂർ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ. എന്താണ്? ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്നറിയപ്പെടുന്നത് വാഗൺ ട്രാജഡിയാണ്. 1921 നടന്നിട്ടുള്ള വാഗൺ ട്രാജഡിയാണ് ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പൊ ഇതിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സ്മാരകം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തിരൂരാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ മലബാർ കലാപം അടിച്ചമർത്തിയ പോലീസുകാരൻ എന്ന് പറയുന്നത് ആരാണ്? അത് ഹിച്ച്കോക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ കലാപകാരികൾ കൊലപ്പെടുത്തിയത്, മലബാറിലെ കലാപകാരികൾ കൊലപ്പെടുത്തിയ പോലീസ് മേധാവിയും ഹിച്ച്കോക്ക് തന്നെയാണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ റിലേറ്റഡ് ആയിട്ട് കുമാരനാശാൻ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു കൃതിയുണ്ട്. അതിന്റെ പേരാണ് ദുരവസ്ഥ എന്ന് പറയുന്നത്. മലബാർ കലാപം അടിസ്ഥാനമാക്കി കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദുരവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെ തന്നെ പശ്ചാത്തലമാക്കിയിട്ട് സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ എഴുതിയത് ഉറൂബാണ്. സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ എഴുതിയത് ഉറൂബാണ്. ഓക്കെ. ഈ മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? കെ മാധവൻ നായരാണ്. ആരാണ്? കെ മാധവൻ നായരാണ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മലബാർ കലാപത്തിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഓക്കെ. അടുത്ത എന്താണ്? 1930കളിലെ നിയമലംഘന പ്രസ്ഥാനം മലബാറിൽ ശക്തമായി. കെ കേളപ്പന്റെ നേതൃത്വത്തില് പയ്യന്നൂരിലും മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തില് കോഴിക്കോട്ടും ഉപ്പ് നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി. ഓക്കെ. അപ്പോൾ നിയമലംഘന പ്രസ്ഥാനം മലബാറിൽ ശക്തമാവുന്നത് 1930ലും കെ കേളപ്പന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ, ആരുടെയാണ്? കെ കേളപ്പന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലും മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ കോഴിക്കോടും കോഴിക്കോടും
ഉപ്പ് നിയമം ലംഘിച്ച് ഉപ്പ് നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി. ഓക്കെ, അടുത്ത എന്താണ്? പൂക്കോട്ടൂർ യുദ്ധം. ഓക്കെ, നമ്മൾ അപ്പോഴേ പറഞ്ഞതുപോലെ പൂക്കോട്ടൂർ യുദ്ധം കേട്ടോ. ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്നുള്ളത് നോക്കാം. നിസ്സഹരണവും ഖിലാഫത്തും ശക്തമായ മലബാറിൽ 1921 മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ട് നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. പൂക്കോട്ടിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചതോടെയാണ് കലാപം ആരംഭിക്കുന്നത്. 3000-ലധികം ആളുകൾ പങ്കെടുത്ത കലാപം അമർ ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറെ പ്രയാസപ്പെട്ടു. യുദ്ധത്തിൽ 100 കണക്കിന് പേരെ കൊല്ലപ്പെട്ടു. ഓക്കെ, അപ്പൊ അടുത്തത് ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായർ ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരിക്കുന്ന ഒരേ ഒരു മലയാളിയാണ് പാലക്കാട്ടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ. ഓക്കെ, അദ്ദേഹത്തിന്റെ സ്വദേശം എവിടെയാണ്? പാലക്കാട്ടുകാരനാണ്. 1897 എപ്പോഴാണ്? 1897 അമരാവതി സമ്മേളനം. എവിടെയാണ്? 1897 അമരാവതി സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച അദ്ദേഹം വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം രാജിവെച്ചു. ഇമ്പോർട്ടന്റ് ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് അദ്ദേഹം വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചു. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച അദ്ദേഹം ഗാന്ധിയും അരാജകത്വവും, എന്താണ്? ഗാന്ധി ആൻഡ് അനാർക്കി എന്നുള്ള ഗ്രന്ഥം രചിച്ചത് ആരാണ്? അത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഗാന്ധിയൻ സമരമുറകളോട് അദ്ദേഹത്തിന് ഭയങ്കര എതിർപ്പായിരുന്നു. ഓക്കെ, അപ്പൊ അതിന് എതിരായിട്ട് അദ്ദേഹം എഴുതിയ ഒരു കൃതിയാണ് ഗാന്ധിയും അരാജകത്വവും. ഓക്കെ, അടുത്ത എന്താണ്? നമ്മുടെ ബ്രിട്ടീഷ് പട്ടാളം ക്രൂരമായി മർദ്ദിക്കുകയും സമരക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. വിദേശ വസ്തു ബഹിഷ്കരണം. എന്താണ്? വിദേശ വസ്തു ബഹിഷ്കരണം, മദ്യഷാപ്പ് പിക്കറ്റിങ്ങും ഖാദി പ്രചാരണവും നിയമലംഘനത്തിന്റെ ഭാഗമായിട്ട് നടന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്? അതായത് നമ്മുടെ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ എന്താണ്? വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം. ഇതിങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വിദേശ വസ്തു ബഹിഷ്കരണം, മദ്യഷാപ്പ് പിക്കറ്റുകളും ഖാദി പ്രചാരണവും നിയമലംഘനത്തിന്റെ ഭാഗമായിട്ട് നടന്നു. ഓക്കെ, 1934 ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായി മാറി. 1939 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് രൂപപ്പെട്ടു. EMS, SK ഗോപാലൻ, P കൃഷ്ണപിള്ള എന്നിവരായിരുന്നു പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ. ഓക്കെ, അവർ കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ച് ജന്മിത്തത്തിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുമെതിരെ സമരസജ്ജമാക്കി. ഓക്കെ, കയ്യൂര്, മൊറാഴ, കരിവള്ളൂർ എന്നിവിടങ്ങളിൽ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സർക്കാർ കെട്ടിടങ്ങൾ നശിപ്പിക്കുക, പാലങ്ങൾ തകർക്കുക, ടെലിഗ്രാഫ് കമ്പികൾ മുറിച്ചിടുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ മലബാറിൽ ഉണ്ടായി. ഇതിൽ പ്രധാനപ്പെട്ട കീഴരിയൂർ ബോംബ് കേസ്, ഫറോക്ക് പാലം തകർക്കൽ, KP മേനോൻ, കുഞ്ഞിരാമ കിടാവ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നു എന്നാരോപിച്ച് 27 പേരെ പ്രതി ചേർത്ത് കേസ് ഫയൽ ചെയ്തു. ഓക്കെ, അപ്പൊ അടുത്ത എന്താണ്? തിരുവിതാംകൂർ. ഓക്കെ, തിരുവിതാംകൂറിലെ പുന്നപ്ര വയലാർ സമരം കേട്ടോ. തിരുവിതാംകൂറിന്റെ പൗര സ്വാതന്ത്ര്യം കൈവരിക്കുന്നതിനുള്ള സമരം തുടങ്ങിയിട്ട് കാലം കുറേയായി. പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗര സ്വാതന്ത്ര്യത്തിനും ജനകീയ ഭരണത്തിനും വേണ്ടിയുള്ളതായിരുന്നു. 1938 കടയ്ക്കലിലും പാങ്ങോടിലും ആലപ്പുഴയിലും കൊല്ലത്തും നടന്ന സമരങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെ സഹായിച്ചതുപോലെ പുന്നപ്രയിലെയും വയലാറിലെയും കൂട്ടക്കൊലകളും സ്വാതന്ത്ര്യത്തിന്റെ വേഗം കൂട്ടുകയാണ് ചെയ്തത്. C കേശവന്റെ വാക്കുകളാണ്. ഇപ്പൊ പുന്നപ്ര വയലാർ സമരത്തിനെ കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ, ഓക്കെ, നമ്മുടെ അമേരിക്കയിലുള്ള മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായത് അതിന് സർ CP, ഓക്കെ, ആർക്കാണ്? സർ CP രാമസ്വാമി അയ്യങ്കാർക്കെതിരെ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത് കേട്ടോ. പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത്. ഓക്കെ, പുന്നപ്ര വയലാർ സമരം നടന്നത് എന്നാണ്? 1946 കേട്ടോ. 1946 പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലാണ്. അപ്പൊ ഇതിലൂടെ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ഓക്കെ എന്ന് പറയുന്ന ഈ ഒരു മുദ്രാവാക്യം എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? പുന്നപ്ര വയലാർ സമരവുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ തുലാമ്പത്ത് സമരം, പുന്നപ്ര വയലാർ സമരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തുലാമ്പത്ത് സമരം എന്ന് പറയുന്നത്. ഈ സമയത്ത് തിരുവിതാംകൂറിന്റെ ദിവാൻ എന്ന് പറയുന്നത് ആരായിരുന്നു എന്നാണ് പറഞ്ഞത്? സർ CP രാമസ്വാമി അയ്യരായിരുന്നു. സർ CP രാമസ്വാമി അയ്യരായിരുന്നു കേട്ടോ.
അപ്പൊ ഇതാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ അടുത്ത തിരുവിതാംകൂറിന് നോക്കിയാലോ. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ ആരംഭം കുറിക്കുന്നത് 1891 മലയാളി മെമ്മോറിയലോട് കൂടിയാണ്. ഓക്കെ, സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ആരൊക്കെയാണ്? ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിട്ട് മെമ്മോറാണ്ടം മഹാരാജാവിന് സമർപ്പിച്ചു. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാട്ടോ, ഞാൻ താഴെ അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് മലയാളി മെമ്മോറിയൽ എന്ന് അറിയപ്പെട്ടു. 1896 ഡോക്ടർ പൽപ്പുവിന്റെ ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈഴവ മെമ്മോറിയലും മഹാരാജാവിന് സമർപ്പിച്ചു. തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ചതിന്റെ പേരിൽ സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായ രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിച്ചു. തിരുവിതാംകൂറിലുടനീളം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ വളർന്നു വന്നു. സർക്കാർ ഉദ്യോഗസ്ഥങ്ങളിലും നിയമസഭകളിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായത്തിൽപ്പെട്ടവര് 1932 നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു. നിവർത്തന പ്രക്ഷോഭം ആരംഭിക്കുന്നത് എന്നാണ്? 1932 NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്തരവാദ ഭരണത്തിനായിട്ടുള്ള ഈ ഒരു സമരം നടന്നത്. ഓക്കെ, അപ്പൊ എപ്പോഴാണ് നടന്നത്? 1932 1938 പട്ടം താണുപിള്ള പ്രസിഡന്റ് ആയിട്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടതോടെ തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാവാനായിട്ട് തുടങ്ങി. ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ 1902, അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ 1946 പുന്നപ്ര വയലാർ സമരത്തോടെ തൊഴിലാളികളും രാഷ്ട്രീയ രംഗത്തേക്ക് വന്നു. ഓക്കെ, അപ്പൊ പുന്നപ്ര വയലാർ സമരം നടക്കുന്ന 1946 നിവർത്തന പ്രക്ഷോഭം നടക്കുന്ന 1932. ഇത് എഴുതിയെടുക്കണേ, ഞാൻ അടയാളപ്പെടുത്തുന്ന എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ, അടുത്ത എന്താണ്? കൊച്ചിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്? ദിവാനായിട്ടുള്ള ഷൺമുഖം ഷെട്ടി വൈദ്യുത വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന ഇലക്ട്രിസിറ്റി സമരം. ഓക്കെ, ഇലക്ട്രിസിറ്റി സമരം നടന്നത് എന്നാണ്? 1936. ഓക്കെ, കൊച്ചിയിൽ ഉത്തരവാദിത്ത ഭരണത്തിനായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത്. എന്നാൽ തിരുവിതാംകൂറിലെ പോലെ കൊച്ചിയിൽ പ്രക്ഷോഭങ്ങൾ ശക്തമായിരുന്നില്ല. 1941 S നീലകണ്ഠ അയ്യർ, V കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരുടെ നേതൃത്വത്തില് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായ ശേഷം രാഷ്ട്രീയ സമരങ്ങൾ ശക്തിപ്പെട്ടു വന്നു. ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ, K അയ്യപ്പൻ തുടങ്ങിയവരായിരുന്നു കൊച്ചി രാജ്യ പ്രജാമണ്ഡല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ നമ്മുടെ ഇലക്ട്രിസിറ്റി സമരം എന്ന് പറയുന്നത്? കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലോ. അതായത് നമ്മുടെ കൊച്ചിയുടെ ദിവാനായിരുന്ന എന്താണ്? കൊച്ചിയുടെ ദിവാനായിരുന്ന RK ഷൺമുഖം ഷെട്ടി. ആരാണ്? RK ഷൺമുഖം ഷെട്ടി നമ്മുടെ തൃശ്ശൂരിലെ വൈദ്യുതി വിതരണത്തിനുള്ള അധികാരം ചന്ദ്രിക എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് നൽകി. ഓക്കെ, ഇതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇലക്ട്രിസിറ്റി സമരം നടന്നത് എന്നാണ്? 1936 തൃശ്ശൂരാണ് ഇത് നടക്കുന്നത് കേട്ടോ. അപ്പൊ അന്നത്തെ കൊച്ചി ദിവാനായിരുന്ന R ഷൺമുഖം ഷെട്ടി എന്ന് പറയുന്ന വ്യക്തി തൃശ്ശൂരിലെ വൈദ്യുതി വിതരണത്തിനുള്ള അധികാരം ചന്ദ്രിക എന്ന കമ്പനിക്ക് നൽകിയതാണ് വൈദ്യുതി സമരത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നടന്നത് തൃശ്ശൂരാണ് പറഞ്ഞു അല്ലെ. അപ്പൊ ഇതിലെ ഈ വൈദ്യുത സമരകാലത്തിന്റെ ആ സമയത്ത് ശ്രദ്ധാകേന്ദ്രമായിട്ടുണ്ടായിരുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു. ഇതിന്റെ പ്രധാന നേതാവ് എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? അത് ഇക്കണ്ട വാര്യരാണ്. ആരാണ്? ഇതവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇക്കണ്ട വാര്യരാണ് ഇതിന്റെ പ്രധാന നേതാവ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഈ വൈദ്യുത പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ മറ്റുള്ള വ്യക്തികൾ ആരൊക്കെയാണ്? AR മേനോൻ, ഇക്കണ്ട വാര്യർ, CR ഉണ്ണി. ആരൊക്കെയാണ്? CR ഉണ്ണി, AR മേനോൻ, ഇക്കണ്ട വാര്യർ എന്നിവരാണ് ഇതിന് പ്രധാനമായിട്ടും നേതൃത്വം നൽകിയത്. ഓക്കെ, അടുത്ത എന്താണ്? നമ്മുടെ ദേശീയ പ്രസ്ഥാനവും സ്ത്രീകളും. ഓക്കെ, സ്ത്രീകളും കേരളമൊട്ടാകെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും അവരുടെ രാഷ്ട്രീയ ബോധം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. വിദേശ വസ്ത്ര ബഹിഷ്കരണം, മദ്യഷാപ്പ് പിക്കറ്റിംഗ്, ഐത്തോച്ചാടനം, ഹരിജനോദ്ധാരണം, ഖാദി പ്രചാരണം എന്നിവ സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. 1931 കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് മഹിളാ സമ്മേളനം നടന്നു. അപ്പൊ മഹിളാ സമ്മേളനം നടക്കുന്നത് എന്നാണ്? 1931 വടകര സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. അത് കേരളത്തിൽ ആദ്യത്തെ മഹിളാ സമ്മേളനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ കേരളത്തിൽ ആദ്യത്തെ മഹിളാ സമ്മേളനം നടന്നത് എവിടെയാണ്? വടകരയിലാണ്. 1931 മലബാറിലെ AV കുട്ടിമാളു അമ്മയും തിരുവിതാംകൂറിലെ ഹക്കാമ ചെറിയൻ, ആനി മസ്ക്രീൻ തുടങ്ങിയവരും ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരാണ്. ഓക്കെ, അപ്പൊ കൗമുദി എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. എന്താണ്?
ഹരിജനോദ്ധാരണത്തിന്റെ ഭാഗമായിട്ട് ഞാൻ വടകരയിൽ സംസാരിക്കുമ്പോൾ ആഭരണങ്ങൾ സംഭാവനയായി നൽകണമെന്ന് സ്ത്രീജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. പ്രസംഗം നിർത്തിയ ഉടനെ 16-കാരിയായിരുന്ന കൗമുദി എന്ന പെൺകുട്ടി പ്ലാറ്റ്ഫോമിലേക്ക് കയറി വന്നു. അവൾ കയ്യിലെ വള അഴിച്ചു തന്നുകൊണ്ട് എന്നോട് ഓട്ടോഗ്രാഫ് ആവശ്യപ്പെട്ടു. ഞാനത് നൽകാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ അവൾ മറ്റേ വളയും അഴിച്ചു തന്നു. ഞാൻ പറഞ്ഞു, നീ 2 വളകളും എനിക്ക് തരണമെന്നില്ല. സ്വർണ്ണ നെക്ലേസ് ഊരി തന്നുകൊണ്ടാണ് അവൾ അതിന് മറുപടി പറഞ്ഞത്. ഓക്കെ, അവൾ ആളുകളുടെ ആഹ്ലാദാരവങ്ങൾക്കിടെ തന്റെ കർണാഭരണങ്ങൾ കൂടെ അഴിച്ചു തന്നു. ഈ ആഭരണങ്ങൾക്ക് പകരം ആഭരണങ്ങൾ വാങ്ങി അണിയേണ്ടതില്ലെന്ന് ഞാൻ കൗമുദിയെ ഓർമ്മിപ്പിച്ചു. നിന്റെ ത്യാഗം നീ ഉപേക്ഷിച്ച ആഭരണങ്ങളെക്കാൾ സത്യസന്ധമായ ആഭരണമാണ്. ഓക്കെ, അപ്പോൾ ഒരു ഇതിന്റെ ഹരിജനോദ്ധാരണത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി എത്തിയ സമയത്ത് ആഭരണങ്ങൾ അഴിച്ചു നൽകിയിട്ടുണ്ടായിരുന്ന കൗമുദി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാണ് ഇതിന്റെ ഈ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ SCERT പല ചാപ്റ്ററുകളിലും പല ഇതിൽ നമ്മുടെ 7-ലും 8-ലും 5-ലും ഒക്കെ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് SCERT നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിനി അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് NCERT ആണ്. +2 ബുക്കാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, +2 ബുക്കിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്? പഴശ്ശിക്കലാപം കേട്ടോ. ആദ്യത്തെ ടോപ്പിക്കായിട്ട് പറയുന്നത് പഴശ്ശിക്കലാപമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ദക്ഷിണേന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട നിരവധി കലാപങ്ങളിൽ ഏറ്റവും ഗൗരവമേറിയതായിരുന്നു പഴശ്ശിക്കലാപം. ഈ കലാപത്തിന്റെ വീരപുരുഷൻ ആരായിരുന്നു? കേരളവർമ്മ പഴശ്ശിരാജ. ആരാണ്? കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശിക്കലാപത്തിന് 2 ഘട്ടങ്ങളാണ് ഉണ്ടായിരുന്നത് അല്ലെ, എല്ലാവർക്കും അറിയാം. എന്താണ്? 1793 മുതൽ 1797 വരെയായിരുന്നു ഒന്നാം ഘട്ടം. ഓക്കെ, എപ്പോഴായിരുന്നു? 1793 മുതൽ 1797 വരെയായിരുന്നു ഒന്നാം ഘട്ടം. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു ഒന്നാം കലാപത്തിന്റെ പ്രാഥമിക കാരണം. എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു ഒന്നാമത്തെ കലാപത്തിന്റെ പ്രാഥമിക കാരണം എന്ന് പറയുന്നത്. എന്താണ്? 1792 മലബാർ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായപ്പോൾ നികുതി പിരിക്കാനുള്ള അധികാരം അവർ പ്രാദേശിക ഭരണാധികാരികൾക്ക് നൽകി. ഓക്കെ, അവരുടെ നികുതി നിർണയവും അതുപോലെ തന്നെ പിരിവും നിഷ്ഠൂര്യമായിരുന്നു. ഇതിനു പുറമെ പഴശ്ശിയുടെ എതിർപ്പ് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ടിപ്പു സുൽത്താനെ എതിർത്തിരുന്ന കമ്പനിയുടെ ശക്തനായ പിന്തുണക്കാരനായിരുന്നു ആദ്യകാലങ്ങളിൽ അദ്ദേഹം. പക്ഷേ ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനി നൽകിയത് കുറുമ്പ്രനാട്ടെ വീരവർമ്മയ്ക്കായിരുന്നു. അതായത് നായർ സമുദായങ്ങള്, മാപ്പിളമാര്, ഗോത്ര ജനത എന്നിവരടങ്ങിയ പഴശ്ശിയുടെ പട്ടാളം കമ്പനി സൈന്യത്തെ ശക്തമായിട്ട് ചെറുത്തു. ഇതിനെ തുടർന്ന് ഇംഗ്ലീഷുകാരെ വയനാട്ടിൽ നിന്ന് പുറത്താക്കാനായിട്ട് പഴശ്ശി മൈസൂരിന്റെ സഹായം തേടി. അവസാനം ബ്രിട്ടീഷ് സൈന്യം വയനാട്ടിൽ നിന്ന് പിന്മാറുകയും 1797 പഴശ്ശിയുമായിട്ട് അനുരഞ്ജനത്തിലാവുകയും ചെയ്തു. 1800-ലാണ് പഴശ്ശി കലാപത്തിന്റെ 2ാം ഘട്ടം. എന്നാണ്? 1800-ലാണ് പഴശ്ശി കലാപത്തിന്റെ 2ാം ഘട്ടം ആരംഭിച്ചത്. കലാപകാരികളെ വയനാട്ടിൽ മാത്രമായി ഒതുക്കി നിർത്താനുള്ള ആസൂത്രണം കേണൽ വെല്ലസ്ലി നടത്തി. പഴശ്ശിരാജയുടെ സൈന്യത്തിൽ കുറിച്യരും കുറുമ്പരും, ആരായിരുന്നു അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ ഉണ്ടായിരുന്ന മെയിൻ ആയിട്ടുള്ള വ്യക്തികൾ? കുറിച്യരും കുറുമ്പരുമായിരുന്നു വലിയൊരു വിഭാഗം. തലശ്ശേരിയിലെ സബ് കളക്ടർ ആയിരുന്ന തോമസ് ഹാർവി വേബർ. ആരാണ്? തോമസ് ഹാർവി വേബർ പുൽപ്പള്ളിയിൽ കോൽക്കാർ എന്ന തദ്ദേശീയ സൈന്യത്തെ അണിനിരത്തി രാജയ്ക്കെതിരെ പടനയിച്ചു. 1805 നവംബർ 30-ന് വയനാട്ടിലെ മാവിലത്തോട് എന്ന സ്ഥലത്ത് വെച്ച് പഴശ്ശിരാജ കൊല്ലപ്പെട്ടു. ഓക്കെ, പഴശ്ശിയെ കുറിച്ച് വേബർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നോക്കാം. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്താനുള്ള ഉത്തരവാദിത്വം തലശ്ശേരി സബ് കളക്ടർ ആയിരുന്ന തോമസ് ഹാർവി വേബറെയാണ് ഏൽപ്പിച്ചിരുന്നത്. പഴശ്ശിരാജയുടെ മൃതദേഹം അദ്ദേഹം തന്റെ പല്ലക്കിൽ വഹിച്ചുകൊണ്ട് മാനന്തവാടിയിൽ കൊണ്ടുവന്ന് ആചാര ബഹുമതികളോടെ സംസ്കരിച്ചു. 1805 ഡിസംബർ 31-ന് അദ്ദേഹം മലബാറിലെ പ്രിൻസിപ്പൽ കളക്ടർക്ക് അയച്ച കത്തിലൂടെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു: ഒരു പ്രക്ഷോഭകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ സ്വാഭാവിക മുഖ്യന്മാരിൽ ഒരുവനും അക്കാരണത്താൽ പരാജിതനായ വെറുമൊരു ശത്രു എന്നതുപരി പരിഗണിക്കപ്പെടേണ്ടവനുമാകുന്നു. എല്ലാ വർഗക്കാരിലും പഴശ്ശിരാജയോട് നിശ്ചിതമായ താല്പര്യമുണ്ടായിരുന്നു. തന്റെ മരണത്തിന് പോലും മായ്ക്കാനാവാത്ത വിധത്തിൽ ഇന്നാട്ടുകാർ അദ്ദേഹത്തെക്കുറിച്ച് ഭക്തിയുടെ സീമയിൽ എത്തുന്ന സ്നേഹാദരങ്ങൾ പുലർത്തിപ്പോന്നു. ഓക്കെ, അതാണ് അദ്ദേഹത്തെ കുറിച്ച് വേബർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പഴശ്ശി കലാപത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ. അപ്പൊ പഴശ്ശിരാജയുടെ യഥാർത്ഥ നാമം എന്താണ്? കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ അല്ലെ. അദ്ദേഹം കോട്ടയം രാജവംശത്തിൽ പെടുന്ന വ്യക്തിയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുണ്ടായിരുന്ന അതായത് യുദ്ധങ്ങളിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു യുദ്ധം കൂടിയാണ് പഴശ്ശി യുദ്ധം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ കേരളവർമ്മ പഴശ്ശിരാജ അറിയപ്പെട്ടിരുന്ന പല പേരുകളുണ്ട്. നമ്മൾ തിരുവിതാംകൂറിന്റെ ചരിത്രമൊക്കെ പഠിച്ച സമയത്ത്, തിരുവിതാംകൂറിന്റെ അല്ല, നമ്മൾ ഓൾറെഡി പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്താണ്? പഴിച്ചി രാജ, അതുപോലെ തന്നെ പൊട്ടിയോട്ട് രാജ. എന്താണ്? പഴിച്ചി രാജ,
അതുപോലെ തന്നെ കൊട്ടിയോട്ട് രാജ എന്നും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്നാം പഴശ്ശി കലാപം നടന്നത് 1793 മുതൽ 1797 വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു കാരണം എന്ന് പറയുന്നത്. വേറൊരു ഇതുണ്ടായിരുന്നു, എന്തായിരുന്നു? വയനാട്ടിന് മേല് ട്ടോ, വയനാട്ടിന് മേല് വയനാട്ടിന് മേല് അവകാശവാദം ഉന്നയിച്ചതും വേറൊരു കാരണമായിട്ട് നമ്മൾ പറയപ്പെടുന്നുണ്ട്. ഓക്കെ, ഈ ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ പുരളിമല എന്ന് പറയുന്നതാണ്. എവിടെയാണ്? കണ്ണൂർ ട്ടോ. അതായത് നമ്മുടെ പുരളിമല എന്ന് പറയുന്ന കണ്ണൂരാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള കേന്ദ്രം എന്ന് പറയപ്പെടുന്നത്. രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് എന്നാണ്? 1800 ടു 1805 രണ്ടാമത്തെ പഴശ്ശി വിപ്ലവം നടക്കുന്നത്. ഓക്കെ, എന്താണ് കാര്യം എന്ന് പറയുന്നത്? നമ്മുടെ ശ്രീരംഗപട്ടണം ഉടമ്പടി ഉണ്ടല്ലോ, അതിന്റെ പതനത്തെ തുടർന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്ന ആ ഒരു ഇതില് ടിപ്പു സുൽത്താൻ, അതായത് ഇംഗ്ലീഷുകാർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്ന വയനാട് അവര് പിടിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചതാണ് ഇതിന്റെ കാരണം എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് അന്ന് അദ്ദേഹത്തിനെ സഹായിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് നമ്മുടെ കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ, പള്ളൂര് ഹേമൻ, അതുപോലെ തന്നെ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാര് എന്നിവരാണ് അദ്ദേഹത്തെ മെയിൻ ആയിട്ട് സഹായിച്ചവരെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിയെ സഹായിച്ച കുറിച്യ നേതാവ്, മെയിൻ ആയിട്ടുള്ള ചോദ്യമാണ്. കുറിച്യ നേതാവ് എന്ന് പറയുന്നത് ആരാണ്? അത് തലയ്ക്കൽ ചന്തുവാണ്. ആരാണ് കുറിച്യ നേതാവ് എന്ന് പറയുന്നത്? തലയ്ക്കൽ ചന്തുവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ സൈന്യത്തെ നയിച്ചിട്ടുണ്ടായിരുന്ന ആളുകളാണ്. അദ്ദേഹത്തിന് 1801 നവംബറിൽ അദ്ദേഹത്തിന് തൂക്കിലേറ്റി എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. 1801 അദ്ദേഹത്തിന് തൂക്കിലേറ്റി എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം 1805 നവംബർ 30 വെടിയേറ്റ് മരിച്ചതെന്ന് പറയപ്പെടുന്നു. അപ്പൊ വെടിയേറ്റ് മരിച്ച സ്ഥലം നമ്മൾ ഓൾറെഡി പറഞ്ഞു, മാവിലാന്തോട്, മാനന്തവാടി, വയനാട് അല്ലെ. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണത്? സർദാർ KM പണിക്കരാണ് കേട്ടോ. സർദാർ KM പണിക്കരാണ് വിശേഷിപ്പിച്ചത്. ഓക്കെ, അപ്പോ ആ ഒരു പുസ്തകം എഴുതിയതും ആര് തന്നെയാണ്? അദ്ദേഹം KM പണിക്കർ തന്നെയാണ് ആ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാനന്തവാടിയിലാണ്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ്. വയനാട് മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈസ്റ്റ് ഹില്ലാണ് കേട്ടോ. കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലാണ് നമ്മുടെ പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് വളപട്ടണം പുഴ, കണ്ണൂർ. എവിടെയാണ്? വളപട്ടണം പുഴ, കണ്ണൂരാണ് സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി ഗുഹ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് മലപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളിയാണ്. വയനാട്, മട്ടന്നൂര്, കണ്ണൂർ. ഓക്കെ, പുൽപ്പള്ളി വയനാട്, അതുപോലെ തന്നെ മട്ടന്നൂര്, കണ്ണൂരുമാണ് പഴശ്ശിയുടെ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പഴശ്ശിയെ കുറിച്ച് പറയാനായിട്ട് ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? വേലുത്തമ്പിയും പാലിയത്തച്ഛനും. മലബാർ കൈവശപ്പെടുത്തിയ ശേഷം ബ്രിട്ടീഷുകാര് തിരുവിതാംകൂറിലും കൊച്ചിയിലും കൂടി തങ്ങളുടെ രാഷ്ട്രീയ വാണിജ്യ താല്പര്യങ്ങൾ ഉറപ്പിക്കാനായിട്ട് ശ്രമിച്ചു. 1800 കമ്പനി തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ബ്രിട്ടീഷ് റെസിഡന്റായ കേണൽ മെക്കാളയെ നിയമിച്ചു. നാട്ടുരാജ്യങ്ങളുടെ എല്ലാ ആഭ്യന്തര കാര്യങ്ങളും നിയന്ത്രണം അദ്ദേഹം ഏറ്റെടുക്കാൻ തുടങ്ങിയതോടെ ഭരണാധികാരികൾക്ക് പരമാധികാരം നഷ്ടപ്പെട്ടു. 1805 ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിലെ ഭരണാധികാരിയുമായിട്ട് സ്ഥായിയായ സൗഹൃദത്തിന്റെയും ആശയത്വത്തിന്റെയും ഒരു സന്ധിയിൽ ഒപ്പുവെച്ചു. ഇത് ഫലത്തിൽ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് അന്ത്യം കുറിച്ചു. കപ്പം അടച്ചു തീർക്കാൻ റെസിഡന്റ് നിർബന്ധം ചെലുത്തുകയും ഒപ്പം തന്നെ രാജ്യത്തിന് ഒരു വൻ തുക നൽകേണ്ടിയിരുന്ന മാത്തുത്തരകൻ എന്നയാളുടെ ഭൂമി കണ്ടുകെട്ടാൻ വേലുത്തമ്പി ദളവ പുറപ്പെടുവിച്ച കൽപ്പന അദ്ദേഹം റദ്ദാക്കുകയും ചെയ്തു. ഇതെല്ലാം കമ്പനിക്കെതിരായ ഒരു സായുധ കലാപം സംഘടിപ്പിക്കാൻ ദളവയെ പ്രേരിപ്പിച്ചു. കേണൽ മെക്കാളയുടെ ഇടപെടലിന് എതിരായി വികാരം പങ്കുവച്ച കൊച്ചിയിലെ മുഖ്യമന്ത്രിയായ പാലിയത്തച്ഛനുമായി അദ്ദേഹം രഹസ്യധാരണയുണ്ടാക്കി. അവർ കോഴിക്കോട് സാമൂതിരിയുമായും മൗറീഷ്യസിലുള്ള ഫ്രഞ്ചുകാരുമായും രഹസ്യ ആശയവിനിമയം നടത്തി. 1808 ഡിസംബറിൽ മെക്കാളയുടെ കൊച്ചിയിലെ ക്യാമ്പ് ഭവനം തദ്ദേശീയ സൈന്യം ആക്രമിച്ചു. എന്നാൽ റെസിഡന്റ് ഒരു കപ്പലിൽ കയറി രക്ഷപ്പെട്ടു. കലാപം തുടരവെ 1809 ഇമ്പോർട്ടന്റ് ആണ്. 1809 ജനുവരിയില് മലയാള വർഷം 984 മകരത്തില് എന്താണ്? കുണ്ടറയിലെത്തിയ വേലുത്തമ്പി ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതിനായിട്ട് അവരോട് ആവേശലതമായ ഒരു ആഹ്വാനം നടത്തി. കുണ്ടറ വിളംബരം എന്നറിയപ്പെടുന്ന ഈ വിളംബരം ദക്ഷിണേന്ത്യയിലെ കൊളോണിയൽ വിരുദ്ധ സമരത്തിന്റെ നാഴികക്കല്ലായ ഒരു രേഖയാണ്. ഓക്കെ, ബ്രിട്ടീഷുകാരെ കൊച്ചി ആക്രമിച്ചതോടെ പാലിയത്തച്ഛൻ വേലുത്തമ്പിയുമായുള്ള സഖ്യം ഉപേക്ഷിച്ചു. പുതിയ ദളവയായ ഉമ്മിണിത്തമ്പി വേലുത്തമ്പിയെ പിടിക്കാൻ കൽപ്പന പുറപ്പെടുവിക്കുകയും അദ്ദേഹത്തെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷികം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. തുടർന്ന് മണ്ണിനടിയിൽ വേലുത്തമ്പി അഭയം തേടിയ ഭവനം തിരുവിതാംകൂറിന്റെയും
മണ്ണടിയിൽ കേട്ടോ, മണ്ണിനടിയിലല്ല, മണ്ണടിയിൽ വേലുത്തമ്പി അഭയം തേടിയ ഭവനം തിരുവിതാംകൂറിന്റെയും ബ്രിട്ടീഷുകാരുടെയും സൈന്യം വളഞ്ഞു. ജീവനോടെ പിടിക്കുന്നത് മൂലമുണ്ടാകുന്ന നാണക്കേട് ഒഴിവാക്കാനായി അദ്ദേഹം ആത്മഹത്യ ചെയ്തു. തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരായ വിരോചകമായ ചെറുത്തുനിൽപ്പിന്റെ ഒരു അധ്യായം ഇതോടെ അവസാനിച്ചു. ഓക്കെ, ഇതിൽ മെയിൻ ആയിട്ട് നോക്കാനായിട്ടുള്ളത് ഇതാ നമ്മുടെ ഈ കുണ്ടറ വിളംബരമാണ് നോക്കാനായിട്ട് ഉള്ളത് കേട്ടോ. ഇത് കുണ്ടറ വിളംബരവും കർഷകരും എന്ന് പറയുന്ന ഒരു ഇത് കൊടുത്തതാണ്. സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങൾക്കാണ് കുണ്ടറ വിളംബരം ഊന്നൽ നൽകിയത്. യൂറോപ്യന്മാർ ഉപയോഗശൂന്യമായ സ്ഥലങ്ങളുടെ പരമോധികാരിയായി സ്വയം പ്രഖ്യാപിക്കുന്ന ആശയം ഭൂമിയുടെയും കൃഷിയുടെയും മേലുള്ള കൊളോണിയൽ ചൂഷണത്തെ സംബന്ധിച്ച ദീർഘ വീക്ഷണപരമായ കാഴ്ചപ്പാടാണ്. കർഷകരുടെ പിന്തുണ ലഭിക്കുന്നതിനായി അദ്ദേഹം വിളംബരത്തിൽ പരാമർശിച്ച ഒരു പ്രധാന കാര്യമായിരുന്നു ഇത്. അങ്ങനെ ഈ വിപ്ലവത്തിന് വിദേശാധിപത്യത്തിനെതിരായ കർഷക കലാപത്തിന്റെ ചില സവിശേഷതകൾ ഉണ്ടായിരുന്നു. ഈ വിളംബരത്തിന് ശേഷമുള്ള 60 വർഷ കാലഘട്ടത്തിനുള്ളിൽ യൂറോപ്യൻ മുതലാളിമാർ ഉയർന്ന മലമ്പ്രദേശങ്ങളിലെ ഉപയോഗശൂന്യമായ വിശാലമായ ഭൂപ്രദേശം ചൂഷണം ചെയ്യുകയും കർഷകരെ ഭൂരഹിതരായ കർഷക തൊഴിലാളികളായി അധപ്പതിപ്പിക്കുകയും ചെയ്തു. 19-ാം നൂറ്റാണ്ടിന്റെ കാർഷിക മുതലാളിത്തത്തിന്റെ ആവിർഭാവത്തിന് വളരെ മുമ്പ് കൊളോണിയൽ വാഴ്ചയുടെ ഒരു പ്രത്യേക പ്രതിഭാസം തിരിച്ചറിഞ്ഞ ഒരു ഭരണാധികാരിയും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് കുറിച്യ കലാപമാണ് കേട്ടോ. കുറിച്യ കലാപം എന്ന് പറയുന്നത് പഴശ്ശി കലാപം അടിച്ചമർത്തിയ ശേഷം ബ്രിട്ടീഷുകാർ വയനാട്ടിലെ ഗോത്ര ജനതയായ കുറിച്യരുടെയും കുറുമ്പരുടെയും തുണ്ടുഭൂമികൾ പിടിച്ചെടുത്തു. പഴശ്ശി കലാപത്തിൽ അവർ പങ്കെടുത്തതിലുള്ള പ്രതികാരമായിട്ടാണ് ഈ ഭൂമി പിടിച്ചെടുത്തത്. കൂടാതെ അവർ പരമ്പരാഗത രീതിയിൽ വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ട് കൃഷി വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിക്കുകയും ബ്രിട്ടീഷുകാർ അവരോട് സാധനത്തിന് പകരം പണം നികുതിയായി അടയ്ക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതാണ് കുറിച്യ കലാപം എന്ന് പറയുന്നത്. ഓക്കെ, 1812 1812 മാർച്ചിലാണ് കലാപം ആരംഭിച്ചത്. കലാപകാരികളുടെ നേതാവ് ആരായിരുന്നു? രാമനമ്പി അഥവാ രാമമൂപ്പൻ ട്ടോ. കുറിച്യ കലാപത്തിന്റെ നേതാവ് എന്ന് പറയുന്നത് ആരാണ്? രാമനമ്പി അല്ലെങ്കിൽ രാമമൂപ്പൻ. ഓക്കെ, 1812 മെയ് 1 ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ പിടികൂടി വധിച്ചു. 1812 മെയ് മാസത്തോടെ ബ്രിട്ടീഷുകാർ കുറിച്യ കലാപം അടിച്ചമർത്തി. കുറിച്യ കലാപം ഒരു ഗോത്ര കലാപമായിരുന്നെങ്കിലും കൊളോണിയൽ ചൂഷണത്തിന്റെ ദുരിതം അനുഭവിച്ച സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഇതിനെ പിന്തുണച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് കുറിച്യ കലാപം എന്ന് പറയുന്നത്. എന്താണ് മാപ്പിള കലാപം എന്ന് പറയുന്നത്? മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെട്ട അക്രമാസക്തമായ കലാപങ്ങളുടെ ഒരു പരമ്പരയ്ക്ക് 19-ാം നൂറ്റാണ്ടിന്റെ മലബാർ സാക്ഷ്യം വഹിച്ചു. ഇത്തരം 50-ലധികം കലാപങ്ങൾ ദക്ഷിണ മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മലബാറിലെ കാർഷിക പ്രശ്നങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിതനായ വില്യം ലോഗൻ വില്യം ലോഗൻ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയത്തിന്റെ ഫലമായി ഉണ്ടായ ദാരിദ്ര്യവും കാർഷിക അസംതൃപ്തിയുമാണ് കലാപം പുറപ്പെടാനുള്ള പ്രധാന കാരണം. മലബാർ കലാപത്തിന്റെ പ്രധാന കാരണം എന്താണ്? തെറ്റായ നികുതി നയവും അതുപോലെ തന്നെ ദാരിദ്ര്യവും കാർഷിക അസംതൃപ്തിയുമാണ്. ഓക്കെ, അവസാനം ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തൽ നയത്തിന്റെയും പരിഷ്കരണ നടപടികളുടെയും ഫലമായി കലാപങ്ങൾ അവസാനിച്ചു. ഇത്തരം മാപ്പിള കലാപങ്ങളുടെ മൂർധന്യത്തിലായിരുന്നു 1921 മാപ്പിള കലാപം. മാപ്പിള കലാപത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കിയാലോ. ഒരു 5 കലാപങ്ങളാണ് മെയിൻ ആയിട്ട് പറയപ്പെടുന്നത് കേട്ടോ. ആദ്യത്തെ എന്ന് പറയുന്നത് അങ്ങാടിപ്പുറം അതുപോലെ തന്നെ മഞ്ചേരി കലാപങ്ങൾ നടന്നത് എന്നാണ്? 1849 അങ്ങാടിപ്പുറം മഞ്ചേരി കലാപങ്ങൾ നടക്കുന്നത് 1841 1851 നടന്ന കലാപമാണ് വള്ളുവനാട് രാജാവിന്റെ കാര്യസ്ഥനായിട്ടുള്ള ഫോമു മേനോന് എതിരെ നടന്ന കലാപം. ഓക്കെ, ഫോമു മേനോനെതിരെ നടന്ന കലാപമാണ് 1851. തൊട്ടടുത്ത വർഷം തന്നെ 1852 നടന്ന കലാപമാണ് കളത്തിൽ കേശവൻ തങ്ങൾക്കെതിരെ നടന്ന മട്ടന്നൂർ കലാപം. മട്ടന്നൂർ കലാപം 1879 നടന്നതാണ് കുളത്തൂർ കലാപം. കുളത്തൂർ കലാപം എന്ന് പറയുന്നത് 1919 നടന്ന കലാപമാണ്. 1919 നടന്ന കലാപമാണ് മങ്കട കലാപം. മങ്കട കലാപം എന്ന് പറയുന്നത് കേട്ടോ. മങ്കട കലാപം. ഓക്കെ, മങ്കട കലാപം എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് നടന്നിട്ടുള്ളതെന്ന് പറയുന്നത് ഈ 5 കലാപങ്ങളാണ്. അപ്പൊ റീസൺ എന്താണെന്നുള്ളത് നമ്മളിവിടെ വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ 1836 മുതൽ 1919 വരെ എന്ന് പറയുന്നത് 32ഓളം മാപ്പിള കലാപങ്ങളാണ് ഉണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. 32ഓളം കലാപങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അടുത്ത എന്താണെന്ന് നോക്കിയാലോ. സാമൂഹിക പരിഷ്കരണം. ഓക്കെ, 19-ാം നൂറ്റാണ്ടിന്റെ കേരള സമൂഹം നിരവധി മതപരമായ അന്ധവിശ്വാസങ്ങൾക്കും സാമൂഹിക അസമത്വത്തിനും സാക്ഷ്യം വഹിച്ചു. ഫ്യൂഡൽ നാടുവാഴികളുടെ അടച്ചമർത്തൽ ഭരണവും സവർണ ഹിന്ദുക്കളുടെ ആധിപത്യം സ്ഥാപിച്ച ജാതി വ്യവസ്ഥയും താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കി.
നിർബന്ധമാക്കി. പെൺകുട്ടികൾ പ്രായപൂർത്തിയാകുന്ന സമയത്തും വിവാഹം, ഗർഭം, മരണം തുടങ്ങിയ അവസരങ്ങളിലും യുക്തിരഹിതവും ബുദ്ധിശൂന്യവുമായ ആചാരങ്ങൾ അനുഷ്ഠിക്കപ്പെട്ടിരുന്നു. കേരളത്തിലുടനീളം നിലനിന്നിരുന്ന മറ്റൊരു ചൂഷണ വ്യവസ്ഥ അടിമത്തമായിരുന്നു. ഈ ഫ്യൂഡൽ സംസ്കാരത്തിനെതിരെയാണ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ 19-20 നൂറ്റാണ്ടുകളിൽ പ്രക്ഷോഭം ആരംഭിച്ചത്. ആര്യ സമാജം, തിയോസഫിക്കൽ സൊസൈറ്റി തുടങ്ങിയ അഖിലേന്ത്യാ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിൽ ശാഖകൾ ഉണ്ടായിരുന്നെങ്കിലും അവയ്ക്ക് പരിമിതമായ സ്വാധീനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രാദേശികമായിട്ട് രൂപം കൊണ്ട് പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ് പ്രധാനമായും കേരളത്തിൽ ശാശ്വതമായ സ്വാധീനം ചെലുത്തിയത്. പ്രധാന സാമൂഹ്യ പരിഷ്കർത്താക്കളെയും അവരുടെ സംഭാവനകളെയും കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ അപ്പോഴേ നോക്കിയിരുന്നു ചാന്നാർ കലാപമൊക്കെ. ഇത് NCERT-യിലുള്ള ചാന്നാർ കലാപവും കാര്യങ്ങളാണ് കേട്ടോ. സാമൂഹ്യ നീതി സംരക്ഷിക്കുന്നതിനായിട്ട് നടന്ന ആദ്യ സമരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ചാന്നാർ കലാപം. സമൂഹത്തിലെ സവർണ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നത് പോലെ വസ്ത്രം ധരിക്കാനുള്ള അവകാശം അന്ന് ചാന്നാർ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല. കേണൽ മൺറോ ദിവാനായിരുന്ന കാലഘട്ടത്തിൽ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാന്നാർ സ്ത്രീകൾക്ക് കുപ്പായം കൊണ്ട് ശരീരം മറയ്ക്കാൻ അനുവാദം നൽകിക്കൊണ്ട് കൽപ്പന പുറപ്പെടുവിച്ചു. എന്നാൽ ഇതുകൊണ്ട് സംതൃപ്തരാകാതിരുന്ന ചാന്നാർ സമുദായ അംഗങ്ങൾ സവർണ സ്ത്രീകൾ ധരിക്കുന്നത് പോലെ മേൽമുണ്ടും കൂടി ധരിച്ച് പൊതുനിരത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. തുടർന്ന് 1859 ജൂലൈ 26-ന് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് നിലനിന്ന എല്ലാ വിലക്കുകളും നിരോധിച്ചുകൊണ്ട് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. എന്താണ് കൽപ്പന പുറപ്പെടുവിച്ചു? ഓക്കെ. വൈക്കം സത്യാഗ്രഹം എന്താണ്? അയിത്തോച്ചാടനത്തിന് ആയിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രധാന പ്രക്ഷുബ്ധമായിരുന്നു 1920, 24, 25 പ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകളിൽ കൂടി അവർണർക്ക് നടത്തുന്നതിനുള്ള അവകാശം നേടുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. അയിത്തോച്ചാടനത്തിനായിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രധാന പ്രക്ഷോഭം ഇമ്പോർട്ടന്റ് ആണ്. അയിത്തോച്ചാടനത്തിനായിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രധാന പ്രക്ഷോഭമായിരുന്നു 1924, 25 പ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകളിൽ കൂടി അവർണർക്ക് നടക്കുന്നതിനുള്ള അവകാശം നേടുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. TK മാധവൻ, മന്നത്ത് പത്മനാഭൻ, CV കുഞ്ഞിരാമൻ, K കേളപ്പൻ തുടങ്ങിയ സുപ്രധാന നേതാക്കള് ഈ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സവർണ ജാഥ ഈ സത്യാഗ്രഹത്തിന്റെ ഒരു പ്രധാന പ്രത്യേകതയായിരുന്നു. ഈ ജാഥയിലെ അംഗങ്ങൾ തിരുവനന്തപുരത്ത് വരികയും റാണിയായ സേതുലക്ഷ്മിബായിക്ക് നിവേദനം സമർപ്പിക്കുകയും ചെയ്തു. വൈക്കം സത്യാഗ്രഹവും സവർണ ജാഥയും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായി പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്നതിന് സഹായകമായി. ഓക്കെ, ഒടുവിൽ മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിൽ 1925 സത്യാഗ്രഹം വിജയകരമായി അവസാനിച്ചു. 1925 നവംബർ 23-ന് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലേക്ക് നയിക്കുന്ന 2 പാതകൾ ഒഴികെ ക്ഷേത്രത്തിന്റെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകളും എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായിട്ട് തുറന്നു കൊടുത്തുകൊണ്ട് സർക്കാർ പ്രഖ്യാപനം നടത്തി. ഓക്കെ, ഇതാണ് കേട്ടോ മന്നത്ത് പത്മനാഭൻ. ഓക്കെ, അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം. 1931, 32 ഗുരുവായൂർ സത്യാഗ്രഹം കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ മറ്റൊരു പ്രധാന നാഴികക്കല്ലായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായിട്ട് തുറന്നു കൊടുക്കുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. കോഴിക്കോട് സാമൂതിരിയുടെ അധീനതയിലായിരുന്ന ക്ഷേത്രം പൂർണ്ണമായും സവർണർക്കായിട്ട് നിയന്ത്രിക്കപ്പെട്ടിരുന്നു. 1931 നവംബർ 1-ന് K കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹം ആരംഭിച്ചു. K കേളപ്പൻ ക്ഷേത്രത്തിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചു. പ്രതിലോമികളായ സവർണർ AK ഗോപാലൻ, P കൃഷ്ണപിള്ള തുടങ്ങിയ സന്നദ്ധ സേവകരെ ആക്രമിച്ചു. തുടർന്ന് ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം സത്യാഗ്രഹം അവസാനിപ്പിച്ചു. അതിനുശേഷം അവർണർക്ക് ക്ഷേത്രപ്രവേശനം നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പൊതുജന അഭിപ്രായം ആരായുന്നതിന് വേണ്ടിയിട്ട് പൊന്നാനി താലൂക്കിൽ പരിമിതമായ ജനഹിത പരിശോധന നടത്തി. ഈ ജനഹിത പരിശോധനയിൽ അവർണർ ക്ഷേത്രപ്രവേശനം നടത്തുന്നതിന് ഭൂരിഭാഗം ജനങ്ങളും അനുകൂലമാണെന്ന വസ്തുത വെളിപ്പെടുത്തി. എന്നാൽ താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം നേടുക എന്നത് അടിയന്തര ലക്ഷ്യം നേടുന്നതിൽ ഗുരുവായൂർ സത്യാഗ്രഹം പരാജയപ്പെട്ടു. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു പരാജയമാണെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, എന്നിരുന്നാലും എല്ലാവർക്കും ക്ഷേത്രപ്രവേശനം എന്ന പൊതുജന അഭിപ്രായം സംഘടിപ്പിക്കാൻ ഇതിന് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത പാലിയം സത്യാഗ്രഹം. ഇമ്പോർട്ടന്റ് ആണ്. പാലിയം സത്യാഗ്രഹം 1947 മുതൽ, അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നടന്ന ആദ്യത്തെ പ്രക്ഷോഭമാണ് പാലിയം സത്യാഗ്രഹം. ആ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. 1947 മുതൽ 48 വരെ. ഓക്കെ, പാലിയം സത്യാഗ്രഹം അയിത്തോച്ചാടനത്തിനായിട്ട് കേരളത്തിൽ നടന്ന മറ്റൊരു പ്രധാന പ്രക്ഷോഭമായിരുന്നു. കൊച്ചി രാജ്യത്തിൽ ക്ഷേത്രങ്ങളിലേക്കും സവർണരുടെ ഭവനങ്ങളിലേക്കും പോകുന്ന സമീപ റോഡുകളിലും അവർണർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. കൊച്ചിയിലെ മുൻ മന്ത്രിമുഖ്യനായിരുന്ന പാലിയത്തച്ഛന്റെ ചേന്നമംഗലത്തുള്ള വീടിന് മുന്നിലുള്ള റോഡിൽ കൂടി നടക്കാനുള്ള അവർണരുടെ ശ്രമങ്ങളെ സംഘർഷത്തിലേക്ക് നയിച്ചു. ഈ സാഹചര്യത്തിൽ പാലിയം റോഡ് എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ പാലിയം കുടുംബത്തെ നിർബന്ധിക്കുന്നതിനായി കൊച്ചി രാജ്യ പ്രജാമണ്ഡലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി, SNDP യോഗം തുടങ്ങിയവർ സംയുക്തമായ ഒരു സത്യാഗ്രഹം സംഘടിപ്പിച്ചു. C കേശവൻ തുടക്കം കുറിച്ച
കേശവൻ തുടക്കം കുറിച്ച സത്യാഗ്രഹം 1947 ഡിസംബർ 4-ന് ആരംഭിച്ചു. സത്യാഗ്രഹികളിൽ ഒരാളായിട്ടുള്ള A.G. വേലായുധന്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിച്ചു. 1948 ഏപ്രിലിൽ കൊച്ചിയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കുമായിട്ട് തുറന്നു കൊടുത്തു. തുടർന്ന് അവർണർക്കും അഹിന്ദുക്കൾക്കും പാലിയം റോഡിൽ കൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയാനായിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മുടെ NCERTയും SCERTയിലും ഉള്ളത് ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെ കുറിച്ചിട്ട് NCERTയിലും SCERTയിലും കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി ഇതിൽ ഇല്ലാത്തതും നമ്മൾ കുറച്ച് അത്യാവശ്യമായിട്ട് പഠിക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ്. ഓക്കെ, അതൊന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, അപ്പൊ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം. ഓക്കെ, അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, കേരളത്തില് ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത് എന്നാണ്? 1930 ഏപ്രിൽ 13-നാണ് കേട്ടോ കേരളത്തില് ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത്. അപ്പൊ കേരളത്തിൽ ഇതിന് മെയിൻ ആയിട്ട് നേതൃത്വം കൊടുത്തിരുന്ന വ്യക്തി എന്ന് പറയുന്നത് K. കീളപ്പനായിരുന്നു. ആരായിരുന്നു? K. കേളപ്പനായിരുന്നു. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിനൊപ്പം പങ്കെടുത്തിട്ടുണ്ടായിരുന്ന പ്രധാന നേതാക്കൾ എന്ന് പറയുന്നത് ആരാണ്? P. കൃഷ്ണപിള്ള, K. കുഞ്ഞപ്പൻ നമ്പ്യാർ, PC. കുഞ്ഞിരാമൻ, E. കേശവൻ നമ്പ്യാർ. ഓക്കെ, അപ്പൊ കേളപ്പനൊപ്പം പങ്കെടുത്തിട്ടുണ്ടായിരുന്ന മറ്റ് വ്യക്തികൾ എന്ന് പറയുന്നത് ഇവരാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് എവിടെയാണ്? കേന്ദ്രം എന്ന് പറയുന്നത് പയ്യന്നൂര് ഉളിയത്ത് കാവാണ് കേട്ടോ. പയ്യന്നൂര് ഉളിയത്ത് കാവാണ് ഇതിന്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത്. ഓക്കെ, പയ്യന്നൂരില്, അതായത് ഇതിന്റെ പ്രധാന വേദി എന്ന് പറയുന്നത് പയ്യന്നൂര് ഒളിയത്ത് കാവാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ പയ്യന്നൂർ അറിയപ്പെടുന്ന പേരെന്താണ്? രണ്ടാം ബർദോളി. ആരാണ്? രണ്ടാം ബർദോളി എന്നാണ് പയ്യന്നൂർ അറിയപ്പെടുന്നത്. അപ്പൊ ഇതിൽ കേളപ്പനായിരുന്നു ഇതിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. ഓക്കെ, 32 പേരാണ് കേരളത്തിൽ നിന്നും ഇതിലേക്കായിട്ട് പങ്കെടുത്തത്. എന്താണ്? ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ കേളപ്പനോടൊപ്പം പങ്കെടുത്ത വ്യക്തികൾ എന്ന് പറയുന്നത് 32 പേരാണ്. ഓക്കെ, അപ്പൊ കോഴിക്കോട് കേരള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. ഓക്കെ, ഉപ്പ് നിയമം ലംഘിച്ചത് എന്നാണ്? ഉപ്പ് നിയമം ലംഘിക്കുന്നത് 1930 ഏപ്രിൽ 23-നാണ്. 1930 ഏപ്രിൽ 23-നാണ് നമ്മുടെ, അതായത് കോഴിക്കോട് നിന്നും പയ്യന്നൂരിൽ എത്തിയിട്ട്, എവിടെ നിന്നാണ്? കോഴിക്കോട് നിന്നും പയ്യന്നൂരിൽ എത്തിയിട്ട് കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിക്കുന്നത്. ഓക്കെ, ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ഉളിയത്ത് കടവിലാണ് കേട്ടോ. ഉളിയത്ത് കടവിലാണ്. കേരളപ്പന്റെ അറസ്റ്റിന് ശേഷം ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് ആരാണ്? അത് മൊയ്യാരത്ത് ശങ്കരനാണ്. കേളപ്പന്റെ അറസ്റ്റിന് ശേഷം ഇതിന് നേതൃത്വം നൽകിയ വ്യക്തി എന്ന് പറയുന്നത് മൊയ്യാരത്ത് ശങ്കരനാണ് കേട്ടോ. 1930 മെയ് 12-ന് ഉപ്പ് സത്യാഗ്രഹം അടിച്ചമർത്തി. ഓക്കെ, 1930 മെയ് 12-നാണ് ഉപ്പ് സത്യാഗ്രഹം അടിച്ചമർത്തുന്നത്. അപ്പൊ ഇതിലൂടെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടുണ്ടായിരുന്നു, വരിക വരിക സഹചരി അല്ലെ. എഴുതിയത് ആരാണ്? അംശി നാരായണ പിള്ള. അംശി നാരായണ പിള്ളയാണ് ആ വരിക വരിക സഹചരി എന്നുള്ളത് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്നിട്ട് 43 ദിവസത്തെ ഉപവാസത്തിനൊടുവിൽ ജയിലിൽ വെച്ച് മരണപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു കുഞ്ഞിരാമൻ അടിയോടി. ആരാണ്? കുഞ്ഞിരാമൻ അടിയോടി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മുകളിൽ പഠിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു അല്ലെ. ഇതിന്റെ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നടന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? വിദേശ വസ്തു ബഹിഷ്കരണം, അതുപോലെ തന്നെ മദ്യഷാപ്പ് പിക്കറ്റിംഗുകൾ, അതുപോലെ ഖാദി പ്രചരണം. എന്താണ്? ഖാദി പ്രചരണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉപ്പ് സത്യാഗ്രഹത്തിനെ കുറിച്ച് പറയാനായിട്ട് ഉള്ളത് കേട്ടോ. ഉപ്പ് സത്യാഗ്രഹത്തിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? മൊറാഴ സമരമാണ്. എന്താണ്? മൊറാഴ സമരം. അധികം ഒന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൽ നടന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സമരമാണ് മൊറാഴ സമരം എന്ന് പറയുന്നത്. നടന്നത് എവിടെയാണ്? 1940 കണ്ണൂരാണ് ഇത് നടക്കുന്നത്. 1940 കണ്ണൂരാണ് ഇത് നടക്കുന്നത്. ഓക്കെ, KPR ഗോപാലൻ ഈ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. എന്താണ്? KPR ഗോപാലൻ ഈ സമരത്തെ തുടർന്നിട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. അദ്ദേഹത്തിന് വധശിക്ഷ വിധിക്കപ്പെട്ടെങ്കിലും നടന്നിട്ടുണ്ടായിരുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് അതിൽ നിന്ന് ഇളവ് ലഭിച്ചിരുന്നു. ആ വധശിക്ഷയിൽ നിന്നും അദ്ദേഹത്തിന് ഇളവ് ലഭിച്ചിരുന്നു. അത് ലഭിക്കാനുള്ള കാരണക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ ഗാന്ധിജിയാണ്. ഗാന്ധിജിയാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത്. ഈ സമരത്തെ തുടർന്നിട്ട് 2 പോലീസുകാർ ആ സമയത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ പേരുകൾ എങ്ങനെയാണ്? KM കൃഷ്ണൻകുട്ടി മേനോൻ, അതുപോലെ രാമൻ. KM കൃഷ്ണൻകുട്ടി മേനോനും രാമനുമാണ് ആ സമയത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്ന പോലീസുകാർ എന്ന് പറയുന്നത്. ഓക്കെ,
അടുത്തെന്ന് പറയുന്നത് കയ്യൂർ സമരമാണ്. എന്താണ്? കയ്യൂർ സമരം എന്നാണ് പറയുന്നത്. കയ്യൂർ സമരം നടന്നത് എവിടെയാണ്? 1941 മാർച്ച് 28 കാസർഗോഡിലുള്ള ഹോഴ്സ്ദുർഗ് താലൂക്കിലാണ് കയ്യൂർ സമരം നടക്കുന്നത് കേട്ടോ. അപ്പൊ ഈ സമരത്തെ തുടർന്നിട്ട് തൂക്കിലേറ്റപ്പെട്ടവർ, ഓക്കെ, ആ സമയത്ത് ഈ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു 4 പേരുണ്ടായിരുന്നു. ഇവരുടെ പേരുകൾ ഇമ്പോർട്ടന്റ് ആണ്. മഠത്തിൽ അപ്പു, കൊടോര കുഞ്ഞമ്പു നായർ, കോയിത്തട്ടിൽ ചീരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ. ഓക്കെ, ഇവരെ 1941 മാർച്ച് 29 തൂക്കിലേറ്റി എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. കയ്യൂർ സമരത്തിൽ 1941 മാർച്ച് 9 ഈ 4 വ്യക്തികൾ മഠത്തിലപ്പു, കൊടോര കുഞ്ഞമ്പു നായർ, കോയിത്തട്ടിൽ ചീരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ എന്നിവരെ തൂക്കിലേറ്റി. ഓക്കെ, അപ്പൊ ഈ സമരത്തിൽ പങ്കെടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു? അത് EK നയനാരാണ്. ആരാണ്? EK നയനാരാണ് ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന ആണെന്ന് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ഓക്കെ, സമരം നടന്നിട്ടുണ്ടായിരുന്ന നദീതീരം ഏതാണ്? അത് കരിയങ്കോട് നദിയാണ്. എവിടെയാണ്? കരിയങ്കോട് നദിയാണ്. ഓക്കെ, കരിയങ്കോട് നദി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? തേജസ്വിനി നദി. എന്താണ്? തേജസ്വിനി നദി. കയ്യൂർ സമര ചരിത്രം എഴുതിയത് ആരാണ്? അത് VV കുഞ്ഞമ്പു ആണ്. കയ്യൂർ സമര ചരിത്രം എഴുതിയത് VV കുഞ്ഞമ്പു ആണ്. സിനിമ എന്താണ്? മീനമാസത്തിലെ സൂര്യൻ. സംവിധാനം ആരാണ്? ലെനിൻ രാജേന്ദ്രൻ. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. സംവിധാനം ലെനിൻ രാജേന്ദ്രൻ. ഓക്കെ, ചിരസ്മരണ നോവൽ എഴുതിയത് ആരാണ്? അത് നിരഞ്ജനയാണ്. ചിരസ്മരണ എന്നുള്ള നോവൽ എഴുതിയത് ആരാണ്? അത് നിരഞ്ജനയാണ്. നിരഞ്ജന. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കയ്യൂർ സമരത്തിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. 2016 ഓക്കെ, എപ്പോഴാണ്? 2016 ഇതിന്റെ 75-ാം വാർഷികം ആചരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2016 ഇതിന്റെ 75-ാം വാർഷികം അവര് ആചരിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ്? 2016. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് കീഴരിയൂർ ബോംബ് കേസാണ്. എന്താണ്? കീഴരിയൂർ ബോംബ് കേസാണ് അടുത്തത് പറയാനായിട്ട്. ഇത് മലബാറിലെ നമ്മുടെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തോടനുബന്ധിച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്ന സംഭവമാണ് കേട്ടോ ഈ കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നടന്നത് എന്നാണ്? 1942 നവംബർ 17-നാണ്. ആരാണ് ഇതിന് നേതൃത്വം നൽകിയത്? ഡോക്ടർ KB മേനോനാണ് കേട്ടോ. അപ്പൊ ഇതുമായിട്ട് അറസ്റ്റിലായ പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടർ KB മേനോനാണ്. അപ്പൊ കേസുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റിലായ മറ്റൊരാളെന്ന് പറയുന്നത് ആരാണ്? കുഞ്ഞിരാമ കിടാവാണ്. ആരാണ്? കുഞ്ഞിരാമ കിടാവാണ് കേട്ടോ. ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? VA കേശവൻ നായർ. ആരാണ്? VA കേശവൻ നായരാണ് ഗ്രന്ഥം രചിച്ചത്. ഇത് മാത്രമല്ല, നമ്മുടെ ഫറോക്ക് പാലം തകർക്കാനുള്ള ഗൂഢാലോചനയും കീഴരിയൂർ ബോംബ് കേസും ഈ രണ്ടെണ്ണം റിലേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് നമ്മുടെ ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ കീഴരിയൂർ ബോംബ് കേസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് 27 പേര്, എത്ര പേരാണ്? 27 പേരാണ് അന്ന് അറസ്റ്റിലായിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോ ഈ കീഴരിയൂർ ബോംബ് കേസിൽ KB മേനോൻ ഉൾപ്പെടെ ആജീവനാന്ത തടവിലായ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 13 പേരാണ്. എത്ര പേരാണ്? 13 പേരാണ് ഇതിൽ അറസ്റ്റിലായിട്ടുണ്ടായത്, ഇരുമ്പഴിക്കായിട്ടുള്ള ആളുകളെന്ന് പറയപ്പെടുന്നു. ഓക്കെ, ഇത്രയാണ് ഇതിന് പറയാനുള്ളത്. അടുത്തെന്ന് പറയുന്നത് മലയാളി മെമ്മോറിയൽ. എന്താണ് മലയാളി മെമ്മോറിയൽ? നമ്മൾ NCERT നോക്കിയ സമയത്ത് മലയാളി മെമ്മോറിയൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ കുറച്ചുകൂടെ കാര്യങ്ങൾ, അതിലില്ലാത്ത കുറച്ച് കാര്യങ്ങളോട് കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, നേതൃത്വം നൽകിയത് ആരാണ്? ബാരിസ്റ്റർ GP പിള്ള. ബാരിസ്റ്റർ GP പിള്ള. ഇതിൽ മെയിൻ ആയിട്ട് പറയപ്പെടുന്നത്, അതായത് ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവര് തിരുവിതാംകൂറിൽ തന്നെ ഉണ്ടായിട്ടും ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥങ്ങൾക്ക് വേണ്ടിയിട്ട് പുറമേ ഉള്ളവരെ കൊണ്ടുവരിക, അതുപോലെ തന്നെ തമിഴ് ബ്രാഹ്മണരെ ഇറക്കുമതി ചെയ്യുക, ഇങ്ങനെയുള്ള സർക്കാരിന്റെ നയങ്ങൾ ഉണ്ടായിരുന്നു പണ്ട്. അപ്പൊ ഇതിനെതിരെ വിദ്യാസമ്പന്നമായിട്ടുള്ള ആളുകൾക്ക് എതിർപ്പുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തിരുവിതാംകൂറുകാർ അല്ലാത്തവരെ സർക്കാർ സർവീസിൽ മുൻഗണന നൽകുക. അപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ചിട്ട് ലേഖനങ്ങൾ എഴുതിയതിന് 1882 തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ നിന്നും ഒരു 2 വിദ്യാർത്ഥികൾ പുറത്താക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? G പരമേശ്വര പിള്ളയും അതുപോലെ തന്നെ N രാമൻ പിള്ളയും അതുപോലെ തന്നെ R രംഗറാവു. ഇവര് പുറത്താക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തിരുവിതാംകൂറിൽ അവിടുത്തെ ജോലികളിൽ അവിടെയുള്ളവരെ തന്നെ നിയമിക്കണം എന്നുള്ള ആ ഒരു ഇതിൽ വന്നിട്ടുണ്ടായിരുന്നതാണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. 1891 വന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള നേതൃത്വം എന്ന് പറയുന്നത് ബാരിസ്റ്റർ GP പിള്ളയാണ്. അപ്പൊ ഈ മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആർക്കാണ്? ശ്രീമൂലം തിരുനാളിനാണ്. 1891 ജനുവരി 1. ഓക്കെ, അപ്പൊ ഇതിൽ ഒപ്പുവെച്ച ആളുകൾ പ്രധാനമാണ്. എത്ര പേരാണ്? 1028 പേരാണ് ഇതിൽ ഒപ്പുവെച്ചത്. ഓക്കെ, ആദ്യമായിട്ട് ഒപ്പുവെച്ചത് ആരാണ്? KP ശങ്കരമേനോനാണ്. മൂന്നാമതായിട്ട് ഒപ്പുവെച്ചത് എന്ന് പറയുന്നത് ഡോക്ടർ പൽപ്പു ആണ് കേട്ടോ. ഡോക്ടർ പൽപ്പു ആണ് ആയിട്ട് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ പ്രധാനമായിട്ടുള്ള മറ്റു നേതാക്കൾ എന്ന് പറയുന്നത് KP ശങ്കരമേനോൻ, CV രാമൻപിള്ള, ഡോക്ടർ പൽപ്പു, കാവാലം നീലകണ്ഠപിള്ള എന്നിവര് ഇതിന്റെ പ്രധാനമായിട്ടുള്ള
നേതാക്കളായിരുന്നു. ഓക്കെ. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്ന് പറയുന്നത് എന്താണ്? തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് ദിവാൻ ആരായിരുന്നു? അത് മാധവറാവു ആണ്. ആരാണ്? മാധവറാവു ആണ്. ഓക്കെ. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഈഴവ മെമ്മോറിയൽ ആണ് കേട്ടോ. ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത് എന്താണ്? തിരുവിതാംകൂറിൽ ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത്. സമർപ്പിക്കപ്പെട്ടത് എന്നാണ്? 1896 സെപ്റ്റംബർ 3 ഡോക്ടർ പൽപ്പു ആണ് ഇത് സമർപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ ആ സമയത്ത് തിരുവിതാംകൂറിന്റെ ദിവാൻ ആരായിരുന്നു? ശങ്കര സുബ്ബയ്യ ആയിരുന്നു. 13,176 പേര് ഇതിൽ ഒപ്പുവെച്ചു. ഓക്കെ. രണ്ടാം മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? 1900 കഴ്സൺ പ്രഭുവാണ്. 1900 കഴ്സൺ പ്രഭുവിനാണ് രണ്ടാം മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. ഓക്കെ. അടുത്തത് പുലയലഹള നടന്നത് എന്നാണ്? 1915 അയ്യങ്കാളിയാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഊരൂട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള എന്നിങ്ങനെ അറിയപ്പെടുന്നത് പുലയലഹളയാണ്. ഓക്കെ. അതില് മെയിൻ ആയിട്ടുള്ള അതിന്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്? പഞ്ചമി എന്ന് പറയുന്ന ഒരു ദളിത് വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. ആ വിദ്യാർത്ഥിനിയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിക്കാനുള്ള അയ്യങ്കാളിയുടെ ശ്രമം അന്നത്തെ അധികാരികൾ തടഞ്ഞതാണ് ലഹളയ്ക്കുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. എന്താണ്? തടഞ്ഞതാണ് പ്രധാന കാരണം എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് പെരിനാട് ലഹള. ഇതും അയ്യങ്കാളി തന്നെയാണ്. 1915 തന്നെയാണ് ഇത് നടക്കുന്നത്. കൊല്ലത്താണ്. പെരിനാട് ലഹള ഇതറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? കല്ലുമാല സമരം. എന്താണ്? കല്ലുമാല സമരം. അപ്പൊ ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ പുലയരുൾപ്പെടെ താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകള് നമ്മുടെ കാതിലും കഴുത്തിലും ഒക്കെ ആയിട്ട് നമ്മുടെ അവരുടെ ഒരു ജാതിയുടെ അടയാളം ഉണ്ടാവും. അപ്പൊ ആ ജാതിയുടെ അടയാളമായിട്ട് കല്ല് കൊണ്ടുള്ള ആഭരണങ്ങളാണ് അണിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിനെതിരായിട്ട് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല ബഹിഷ്കരിക്കണം, സവർണ ജാതിക്കാർ അണിയുന്നത് പോലെ തന്നെ ആഭരണങ്ങൾ അണിയുവാനുള്ള അവകാശം താഴ്ന്ന ജാതിയിൽ പെട്ടിട്ടുള്ള ആളുകൾക്കും ഉണ്ട്. അപ്പൊ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു സമരമാണ് പെരിനാട് ലഹള എന്ന് പറയുന്നത്. എന്താണ്? പെരിനാട് ലഹള അഥവാ കല്ലുമാല സമരം എന്ന് പറയപ്പെടുന്നത്. ഓക്കെ. അടുത്ത എന്താണ്? നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത് എന്താണ്? സംവരണത്തിന് വേണ്ടിയിട്ട്. എന്താണ്? സംവരണത്തിന് വേണ്ടി നടന്നതാണ് നമ്മുടെ നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. നടന്നത് എന്നാണ്? 1932 പ്രധാന നേതാക്കൾ ആരൊക്കെയായിരുന്നു? NV ജോസഫ്, C കേശവൻ, TM വർഗീസ്, PK കുഞ്ഞൻ, C വി കുഞ്ഞിരാമൻ, അബ്ദുറഹ്മാൻ സാഹിബ്. ഇവരായിരുന്നു പ്രധാന നേതാക്കൾ എന്ന് പറയുന്നത്. കോഴഞ്ചേരി പ്രസംഗം ആരുടെയാണ്? C കേശവന്റെ കോഴഞ്ചേരി പ്രസംഗം എന്ന് പറയുന്നത് നമ്മുടെ നിവർത്തന പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഓക്കെ. 1936 നമ്മുടെ ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നത് നിവർത്തന പ്രക്ഷോഭം വഴിയാണ്. ഓക്കെ. 1936 ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നത് നിവർത്തന പ്രക്ഷോഭ കാലത്താണ്. ഓക്കെ. അതുപോലെ തന്നെ KPC എന്താണ്? KPSC അല്ലെ? നമ്മൾ എഴുതുന്ന നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വരുന്നത് എങ്ങനെയാണ്? 1956 ഇതിനെ മാറ്റിയിട്ടാണ് കേട്ടോ പിന്നീട് KPSC എന്നാക്കിയത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 1956 നിലവിൽ വന്നു. ഓക്കെ. അടുത്തതെന്ന് പറയുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരം. നമ്മൾ നിവർത്തന പ്രക്ഷോഭം പറഞ്ഞ സമയത്ത് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ സംവരണത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അതായത് ഈഴവ, മുസ്ലിം, ക്രിസ്ത്യനുകൾക്കും ജനസംഖ്യാനുപാതികമായിട്ട് നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുള്ള പ്രക്ഷോഭമായിരുന്നു ഇതെന്ന് പറയപ്പെടുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത് നമ്മുടെ സംവരണത്തിന് വേണ്ടിയിട്ട് നടന്നിട്ടുണ്ടായിരുന്ന പ്രധാനമായിട്ടുള്ള ഒരു സമരമായിരുന്നു. ഓക്കെ. അടുത്ത എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരം അല്ലെ? ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത് നടക്കുന്നത് എന്നാണ്? നവംബർ 12, 1112 തുലാം 27 എപ്പോഴാണ്? 1112 തുലാം 27 1936 ഇത് നടക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അത് എഴുതാൻ വിട്ടുപോയതാണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്. അപ്പൊ ഈ ക്ഷേത്രപ്രവേശന വിളംബരം അറിയപ്പെട്ടിരുന്ന, അതായത് നമ്മുടെ തിരുവിതാംകൂറിലുള്ള അവർണരായിട്ടുള്ള ഹൈന്ദവരുണ്ടാവുമല്ലോ, തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരം, അതാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത്. ഇതിന് പ്രധാനമായിട്ടും പറയപ്പെട്ടിരുന്നത് എന്തൊക്കെയാണ്? ആധുനിക കാലത്തെ മഹാത്ഭുതം, ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട. എന്തൊക്കെയാണ്? ആധുനിക കാലത്തെ മഹാത്ഭുതം, ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട. ഓക്കെ. വിളംബരം എഴുതിയതാരാണ്? അത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ്. ഇത്
എഴുതിയത് കേട്ടോ. അപ്പൊ നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബര സമയത്ത് തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് ടി.കെ. വേലുപ്പിള്ളയാണ്. ടി.കെ. വേലുപ്പിള്ളയാണ്. ഓക്കെ. ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് മഹാത്മാഗാന്ധിയാണ്. ഓക്കെ. മഹാത്മാഗാന്ധിയാണ് വിശേഷിപ്പിച്ചത്. അപ്പൊ ഇതുപോലെ തന്നെ ഗാന്ധിജി തന്റെ അവസാനത്തെ കേരളത്തെ സന്ദർശനത്തെ ഒരു തീർത്ഥാടനം ഒന്ന് വിശേഷിപ്പിച്ചത് എന്തിന്റെയാണ്? കേരള പ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേട്ടോ. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായിട്ടുള്ള വിപ്ലവം അല്ലെ, അതായത് തീർത്തും അഹിംസാപരവും അതുപോലെ തന്നെ രക്തരഹിതവുമായിട്ടുള്ള വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സി രാജഗോപാൽ ആചാര്യാണ്. സി രാജഗോപാൽ ആചാര്യാണ്. ഓക്കെ. അപ്പോ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്നാണ് പറഞ്ഞത്? അത് ഗാന്ധിജിയാണ് വിശേഷിപ്പിച്ചത് കേട്ടോ. അപ്പൊ ഈ സമയത്ത് തിരുവിതാംകൂറിന്റെ ദിവാൻ എന്ന് പറയുന്നത് ആരായിരുന്നു? സർ സി പി രാമസ്വാമി അയ്യരായിരുന്നു. സർ സി പി രാമസ്വാമി അയ്യരായിരുന്നു. ഓക്കെ. പട്ടിണി ജാഥ സംഘടിപ്പിച്ചത് ആരാണ്? പട്ടിണി ജാഥ എന്ന് പറയുന്നത് AK ആണ് കേട്ടോ. 1934 AK ആണ് പട്ടിണി ജാഥ സംഘടിപ്പിക്കുന്നത്. അതായത് മലബാറിലെ ജനജീവിതം, ഓക്കെ, അതിന്റെ ഒരു എന്താണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു അവസ്ഥ മദ്രാസ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പട്ടിണി ജാഥ സംഘടിപ്പിച്ചത് AK ആണ് 1936. ഓക്കെ. കരിവള്ളൂർ സമരം. കരിവള്ളൂർ സമരം എന്നായിരുന്നു? 1946 സമര നായിക ആരാണ്? ദേവയാനി. സമര നായിക ആരാണ്? ദേവയാനിയാണ്. കണ്ണൂരാണ് കരിവള്ളൂർ സമരം നടക്കുന്നത്. എന്താണ്? പൂഴ്ത്തിവെപ്പിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ജനമുന്നേറ്റം. ആരാണ്? പൂഴ്ത്തിവെപ്പിനെതിരെ കേട്ടോ. പൂഴ്ത്തിവെപ്പിനെതിരെ നടന്നിട്ടുള്ള ജനമുന്നേറ്റം, ഓക്കെ, അതിനെതിരെ നടന്നിട്ടുള്ളതാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നതാണ് കരിവള്ളൂർ സമരം എന്ന് പറയുന്നത്. തോൽവിറക് സമരം എന്താണ്? തോൽവിറക് സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1946 കാസർഗോഡ് ചീമേനിയിൽ, ഓക്കെ, 1946 കാസർഗോഡ് ചീമേനിയിൽ നടന്നതാണ് തോൽവിറക് സമരം എന്ന് പറയുന്നത്. ഇതിന്റെ മുഖ്യമായിട്ടുള്ള നേതാവ് എന്ന് പറയുന്നത് കാർത്യായനിയാണ്. കാർത്യായനി. തളിക്ഷേത്ര സമരം എന്താണ്? തളിക്ഷേത്ര സമരം. തളിക്ഷേത്ര സമരം നടക്കുന്നത് 1917 എന്താണ്? കോഴിക്കോട്ടിലെ തളിക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും എല്ലാ ഹൈന്ദവർക്കുമായിട്ട് തുറന്നു നൽകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടന്നതാണ് തളിക്ഷേത്ര സമരം. ഓക്കെ. നടന്നത് എന്നാണ്? 1917 ശ്രീകൃഷ്ണനാണ് ഇതിന്റെ നേതാവ് എന്ന് പറയുന്നത്. ഓക്കെ. മാഹി വിമോചന സമരം. മാഹി വിമോചന സമരം നടക്കുന്നത് എന്നാണ്? 1948 I.K. കുമാരൻ മാസ്റ്ററാണ് ഇതിന്റെ നേതാവ് എന്ന് പറയുന്നത്. I.K. കുമാരൻ മാസ്റ്ററാണ് ഇതിന്റെ നേതാവ്. എന്തായിരുന്നു ആവശ്യം? മാഹിയെ ഫ്രഞ്ച് അധീനതയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായിട്ട് നടന്ന സമരമാണ്. ഓക്കെ. I.K. കുമാരൻ മാസ്റ്റർ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? മയ്യഴി ഗാന്ധി. ഓക്കെ. മയ്യഴി ഗാന്ധി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ശുചീന്ദ്രം സത്യാഗ്രഹം. ശുചീന്ദ്രം സത്യാഗ്രഹം നടക്കുന്നത് എന്നാണ്? 1926 ഡോക്ടർ M.E. നായിഡു. ആരാണ്? ഡോക്ടർ M.E. നായിഡു ആണ് നമ്മുടെ ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ പ്രധാനമായിട്ടുള്ള നേതാവ് എന്ന് പറയുന്നത്. എന്താണ്? വൈക്കം സത്യാഗ്രഹത്തിന്റെ ശേഷം ദക്ഷിണ തിരുവിതാംകൂറിൽ നടന്ന സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് നടന്നിട്ടുള്ള സത്യാഗ്രഹമാണ് ശുചീന്ദ്ര സത്യാഗ്രഹം എന്ന് പറഞ്ഞ ശുചീന്ദ്ര സത്യാഗ്രഹം. ഓക്കെ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് കേട്ടോ. അപ്പോ എക്സ്ട്രാ ഇതിന് പുറമെ നിങ്ങൾ കയ്യിൽ റാങ്ക് ഫയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് റെഫർ ചെയ്യുക. ഞാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അറിയില്ല. അപ്പൊ അതും കൂടെ ഒന്ന് റെഫർ ചെയ്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടോപ്പിക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ ഇനി അടുത്തൊരു ചെറിയൊരു ടോപ്പിക്കാണ് കേട്ടോ. ഞാൻ അത് ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞു പോകാന്ന് വിചാരിക്കുകയാണ്. ഓക്കെ. എന്താണ്? കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ. എന്താണ്? കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ കേട്ടോ. കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ. ഓക്കെ. എന്താണ്? ആദ്യത്തെ എന്ന് പറയുന്നത് മലബാർ മാനുവൽ. മലബാർ മാനുവൽ രചിച്ചത് ആരാണ്? വില്യം ലോഗൻ ആണ്. വില്യം ലോഗൻ. കൊച്ചിൻ മാനുവൽ. കൊച്ചിൻ മാനുവൽ രചിച്ചത് ആരാണ്? സി അച്യുതമേനോൻ. സി അച്യുതമേനോൻ. ട്രാവൻകൂർ മാനുവൽ രചിച്ചത് ആരാണ്? നാഗം ഹയ്യ. നാഗം ഹയ്യയാണ്. ഓക്കെ. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണത്? സംക്ഷേപ വേദാർത്ഥമാണ്. സംക്ഷേപ വേദാർത്ഥം. ദേവദാസി സമ്പ്രദായത്തെ കുറിച്ച് പരാമർശിക്കുന്ന കൃതി ഏതാണ്? ദേവദാസി സമ്പ്രദായത്തെ കുറിച്ച് പരാമർശിക്കുന്നത് ഉണ്ണിയച്ചി ചരിതമാണ് കേട്ടോ. ഉണ്ണിയച്ചി ചരിതമാണ്. മണിമേഖല എഴുതിയത് ആരാണ്? സാത്തനാരാണ്. സാത്തനാർ. കേരള പഴമ എഴുതിയത് ആരാണ്? ഹെർമൻ ഗുണ്ടോട്ടാണ്. ഹെർമൻ ഗുണ്ടോട്ട് ചെയ്ത വേറൊരു ഇതെന്താണ്? ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു. ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കുന്നത് ഹെർമൻ ഗുണ്ടോട്ടാണ്. ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ്? അത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. അത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. പതിറ്റുപത്ത് എഴുതിയത് ആരാണ്? കപിലനാണ്. കപിലൻ. തൊൽക്കാപ്യം എഴുതിയത് ആരാണ്? തൊൽക്കാപ്പിയരാണ്. തൊൽക്കോപ്പിയർ.
ഓക്കെ, തൊൽക്കാപ്പിയനാണ് എഴുതിയത്. ചിലപ്പതികാരം എഴുതിയതാരാണ്? അത് ഇളങ്കോ വടികൾ. ഓണത്തെ കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ഏതാണത്? മധുരൈ കാഞ്ചിയാണ്. മധുരൈ കാഞ്ചി. ഏഴിമല പരാമർശിക്കുന്നത് എന്തിലാണ്? അത് മൂഷകവംശത്തിലാണ് കേരളത്തിലെ ഏഴിമല പരാമർശിക്കുന്നത്. മതിലകം രേഖകൾ എഴുതിയതാരാണ്? എസ് ഉമ മഹേശ്വരി. ഓക്കെ, പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ചുള്ള കൃതി ഏതാണ്? തുഫ്തുൽ മുജാഹിദീൻ. ഓക്കെ, ഫത്തുഹുൽ മുബീൻ എഴുതിയതാരാണ്? അത് ഗാസി മുഹമ്മദ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഇതിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അത്യാവശ്യം ലോങ് ആയിട്ടുള്ള വീഡിയോ ആണെന്നുള്ളത് അറിയാം, പക്ഷെ എന്നാലും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം.